Your kind attention, please. നമസ്കാരം, ശാലിനിയാണ്. സ്റ്റാർ ജാമിന്റെ സമയമായില്ലേ? നമുക്കിവിടെ അതിഥിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമല്ലേ? സിനിമയിലോ സ്പോർട്സിലോ എവിടെയോ ആയിക്കോട്ടെ, സാധാരണ സ്റ്റാർ കിഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ മറ്റുള്ളവർക്കൊരു വിചാരമുണ്ട്, ഓ ഇവർക്കെല്ലാം എളുപ്പമാണല്ലോ, നല്ല ഈസി ആയിട്ടൊക്കെ ഇൻഡസ്ട്രിയിൽ കയറാലോ എന്നൊക്കെ ഒരു വിചാരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സ്റ്റാർ കിഡ്സിന് എൻട്രി എളുപ്പമായിരിക്കും, ജേണിയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരിക. ഇന്നിപ്പോൾ ക്ലബ് FM സ്റ്റാർ ജാമിൽ എൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ ഒരു സ്റ്റാർ കിഡ് ആണ്, അർജുൻ അശോകൻ. ഹലോ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഇത്ര സീരിയസ് ആയിട്ടാണോ ആള് ഇരിക്കപ്പോഴും? തുടങ്ങിയപ്പോ അലമ്പുണ്ടാച്ചിട്ടാണ് പതുക്കെ ഒന്നൊന്ന് മസിലൊക്കെ പിടിച്ചിരിക്കാന്ന് വിചാരിച്ചത് അല്ലേ? റിലാക്സ് അർജുൻ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. അർജുനെ എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹരിശ്രീ അശോകന്റെ മകൻ എന്ന് പറഞ്ഞിട്ടാണോ അതോ ആക്ടർ അർജുൻ അശോകൻ എന്ന് പറഞ്ഞിട്ടാണോ? ഇപ്പൊ കറന്റ്ലി ആൾക്കാർ അർജുൻ അശോകൻ, അപ്പൊ അത് കേൾക്കുമ്പോൾ ചെറിയൊരു കുളിർമയൊക്കെ കിട്ടാം. സത്യം, പണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ourselves ലൈക്ക് ഹരിശ്രീ അശോകന്റെ മോനാണ്. അതും വേറൊരു കുളിർമയാണ്, വേറെ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കുളിർമ. രണ്ട് ടൈപ്പ് ഓഫ് കുളിർമ. ഒരെണ്ണം മറ്റേ മൂന്നാറായ കുളിർമ, ഒരെണ്ണം ഊട്ടി പോയ കുളിർമ. ആണല്ലേ? എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ആൾക്കാരൊക്കെ റോട്ടിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ നോക്കണൊക്കെ ചെറുതായിട്ടൊക്കെ അത് കുറച്ച് ഒരു ടെൻസ്ഡ് ഫീൽ ചെയ്യാം നമുക്കിപ്പോ. ചില പാനിക്കാവും. നമ്മൾ മറ്റേ പഴയതുപോലെ ചില്ല് ചെയ്ത് എവിടെയെങ്കിലും കാറൊക്കെ സൈഡാക്കി അലമ്പിക്ക് നിൽക്കുമ്പോ അവര് അച്ഛനെ വണ്ടി എടുക്കുക പോവാൻ അപ്പൊ തന്നെ അവിടെ സ്കൂട്ടാവും. മുൻപ് അച്ഛന്റെ കൂടെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴേ വല്ലയിടത്തൊക്കെ പോകുമ്പോ അച്ഛനായിരുന്നല്ലോ അറ്റൻഷൻ മുഴുവൻ കിട്ടണത്. അപ്പൊ അത് കണ്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അച്ഛൻ എങ്ങനെ പെരുമാറും? അങ്ങനെയൊക്കെ തന്നെ കൂളായിട്ട് തന്നെ പെരുമാറും. ഹായ് ഷൈഖാന്റെ കൂടെ സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യും. അത് തന്നെയാണ് ഞാനും ചെറുതായിട്ട് ഇപ്പൊ ഫോളോ ചെയ്യണത്. ആസ് ലൈക്ക് ഞാനും സംസാരിച്ച്, കാരണം വെച്ചാൽ അവരില്ലെങ്കിൽ നമ്മൾ പടം ആരും കാണൂല്ലോ. അതൊന്ന്. പിന്നെ അവർ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നല്ല പടങ്ങൾ വന്നത്, നമ്മളിപ്പോഴും നല്ല പടങ്ങൾ ചെയ്യണത്. അപ്പോൾ അവരൊരു കാര്യം, ഒരു നല്ലൊരു കാര്യം പറയാൻ വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ അത് ടേക്ക് ചെയ്യാന്നുള്ളൊരു പോളിസിയാണ്. ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ഹരിശ്രീ അശോകൻ എന്നുള്ള ഗ്രേറ്റ് ആക്ടറിന് മലയാളി സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജുൻ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഹരിശ്രീ അശോകൻ എന്റെ അച്ഛൻ, പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമേജ്. കാരണം എനിക്ക് സാധാരണ ഒരു ആക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന A to Z സ്റ്റാർട്ട് ചെയ്യണം അവരുടെ കരിയർ. ഞാൻ അതുപോലെ തന്നെ തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ എനിക്ക് സർട്ടൻ പോയിന്റ് വരെ എനിക്ക് കുറച്ച് ഫ്രീ ആയിരുന്നു. അപ്പോൾ പുള്ളി ഉണ്ടാക്കി വെച്ച ഒരു ഇമേജിന്റെ പുറത്താണ് ഇപ്പോഴും എനിക്ക് കുറച്ച് ഈസി ആക്സസ് പല സ്ഥലങ്ങളിലും സെറ്റ് ആയത്. അതേപോലത്തെ ഒരു ഇമേജ് അല്ലെങ്കിലും അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ടാക്കാനാണ് എനിക്കൊരു ആഗ്രഹം. അച്ഛന്റെ മകൻ എന്നുള്ള പേര് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും അച്ഛന് ഈ പറഞ്ഞൊരു ഒരു ഇമേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അച്ഛനൊരു ഇമേജ് ഉണ്ട്, പക്ഷെ ആ ഇമേജ് ഉള്ള മകന് മലയാള സിനിമയില്ല. അപ്പം അർജുൻ ചെയ്ത റോൾസ് വെച്ച് നോക്കുമ്പോഴും അർജുനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ കാര്യമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നൊരു വിചാരം. സത്യം പറയണേ, ഇപ്പൊ അച്ഛന് ഹരിശ്രീ അശോകൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ ഉടനെ ആയി തമാശ വരാൻ പോകണല്ലോ എന്നൊരു കൈയടിക്കുന്ന പോലെ തന്നെ അർജുനെ കണ്ട സമയത്ത് എന്തോ കാര്യമായിട്ട് സംഭവിക്കും, ട്വിസ്റ്റ് വരാൻ പോകണം കേട്ടോ. അതിപ്പോ ജൂണും കൂടി ഇറങ്ങിയപ്പോ അങ്ങനത്തെ മറ്റേ ബിടെക്കില് ബോംബൂട്ട് വരച്ചു, ജൂണില് ഇപ്പോ തിരിച്ച് പോലീസുകാരനായിട്ട് വന്ന അവളുടെ ഒപ്പം. അപ്പൊ ഇനിയും പടം ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ നല്ല ക്യാരക്ടേഴ്സ് വരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നല്ല ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അർജുന എങ്ങനെ സ്റ്റാമ്പ് ചെയ്യപ്പെടാൻ ഇഷ്ടമാണോ? അങ്ങനെയില്ല. ഇപ്പൊ മറ്റേ കുറച്ചും കൂടി എനിക്ക് കൺസേർവ് ടൈപ്പാണ് കുറച്ചും കൂടി ഇഷ്ടം. ആൾക്കാർ അധികം പരിപാടി ഒന്നും പിടിക്കാണ്ട് പബ്ലിക് പരിപാടി ചെറുതായിട്ടൊക്കെ, അത്ര ഉറപ്പണമൊന്നുമില്ല. ഇന്റർവ്യൂ തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ എനിക്കത് തോന്നിയെങ്കിൽ അങ്ങനെയാണ് നാട്ടുകാർക്ക് പണ്ടേ തോന്നേണ്ടത്. 4 പടം ഇറങ്ങി. അപ്പൊ അർജുൻ, നമ്മൾ ഇന്റർവ്യൂ ഇവിടെ തുടങ്ങാൻ പോവാണ്. അർജുനന് ഇഷ്ടമുള്ള ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ഏത് പാട്ട് വേണം പറ? മായനദിയിലെ പാട്ട്. ഉയരൻ പാടുവോ? ഇല്ല. നല്ല ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ സോപ്പിട്ടായിരുന്നു. ട്രൈ നോക്കി. ഇല്ല, അത് വയ്യ, തൊണ്ട നല്ല വേദന. നമുക്ക് പാട്ടേക്കാം. തീർച്ചയായിട്ടും. ഹലോ, ഞാൻ അർജുൻ അശോകൻ. ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ കൂടെ ഞാനാണ്. നമ്മളെ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു സ്റ്റാർ കിഡ്സിന് എല്ലാം എളുപ്പമാണ്. അങ്ങനെയാണല്ലോ അല്ലെ? അപ്പൊ ഹരിശ്രീ അശോകന്റെ മകൻ സിനിമയിലേക്ക് വരണു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ടീമിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും വരാന്ന്. പക്ഷെ അർജുനെ കണ്ടത് സൗബിന്റെ ടീമിലൂടെയാണ്, പറവാന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. അതെങ്ങനെയാ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എളുപ്പമായിരുന്നില്ല. എല്ലാവരെയും പോലെ ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഏത് പ്രായത്തില്? ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ. അതായത് ഇനി പഠിച്ചിട്ടൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോണില്ല എന്നൊരു തിരിച്ചറിവ് 100% എനിക്ക് ഉറപ്പായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് എനിക്ക്
എനിക്കറിയാം ഞാൻ എന്തായാലും പഠിത്തത്തിലൂടെ രക്ഷപ്പെടില്ല. അത് അപ്പൊ എനിക്ക് ശരിക്കും 12th വരെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഞാൻ ലോയർ ആകാനായിരുന്നു ആഗ്രഹം. അത് പഠിച്ച് എൻട്രൻസ് ചെയ്ത് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായതാ. ഞാൻ ഇന്റർവ്യൂവിന്റെ ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കം എണീറ്റില്ല കറക്റ്റ് ടൈമിങ്ങിന്. അപ്പൊ ഇന്റർവ്യൂവിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആ പരിപാടി ക്യാൻസൽ ആയി പോയി. STCയിൽ പോയിട്ട് ഞാൻ എൻട്രൻസ് എഴുതിയതാ. എന്നിട്ട് പാസ്സായി, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് എവിടെയോ ചെറിയൊരു സ്പാർക്ക്, ആക്ടിങ് ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ ആയി. അങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ഞാൻ സമീർക്ക, അമലേട്ടൻ, അമൽ നീരദ് എല്ലാവർക്കും പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്ത് അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് ഞാൻ സംസാരിച്ചു നോക്കിയ. പക്ഷെ എന്നാലും ഒരു വഴിയില്ല, എല്ലാവരും ബിസിയാണ് അവരുടെ അതില്. പിന്നെ ദൈവം സഹായിച്ച് സൗബിക്ക ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് പറഞ്ഞ് എനിക്ക് അവന്റെ നമ്പർ വേണം, കാര്യം സംസാരിക്കാനാന്ന്. അപ്പൊ അങ്ങനെ നമ്പർ മേടിച്ച് ആ നമ്പർ വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ചാടിക്കറി നമ്പർ മേടിച്ച് ഞാൻ സൗബിക്കനെ വിളിച്ച് അങ്ങനെ പോയി കണ്ട് അങ്ങനെയാണ് പറവയിലേക്ക് ജോയിൻ ചെയ്യണത്. പക്ഷെ ഞാൻ അതിനു മുമ്പ് എനിക്ക് എന്തായാലും ആക്ടിങ്ങിലോട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറവയുടെ ഓഡിഷൻ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും സൗബിക്കയുടെ ഒപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൗബിക്കനെ വിളിക്കാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ സൗബിക്കനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ സൗബിക്ക നമ്പർ ഇങ്ങോട്ട് വെക്കണം. അല്ല, അപ്പൊ സൗബിൻ അച്ഛനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ വിളിച്ചത് ശരിക്കും? ഇല്ല, അച്ഛൻ വിളിച്ചതാ സൗബിക്കനെ, വെറുതെ വിളിച്ചതാണ് ഈ പരിപാടിയൊക്കെ ഓണായിന്ന് പറഞ്ഞപ്പോ. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് അവന്റെ നമ്പർ ഒന്നും എനിക്കൊന്ന് കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചാടിക്കറി നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചു. ഇത് നടക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടാ. ഡിഗ്രി കഴിഞ്ഞ് വിത്ത് 3 സപ്ലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതിനു മുമ്പ് അച്ഛൻ പറഞ്ഞ എന്ത് MBA ചെയ്യണ്ട. അപ്പൊ അച്ഛനൊന്നും അറിയില്ല ഈ സംഭവം, സപ്ലിയുള്ള കാര്യം, പൊട്ടിയാരൊന്നും അറിയില്ല. ജസ്റ്റ് 3 അത് കോളേജുകാരൻ എന്നെ പൊട്ടിച്ചു. സത്യം എടുത്ത് ആടി വളർത്തി എന്നുള്ള പേരിൽ എന്നെ പുറത്താക്കി. വേണമെങ്കിൽ ഞാൻ കോളേജിന്റെ പേര് പറയണം, വേണമെങ്കിൽ അത് പ്രിൻസിപ്പൽ നമ്പർ ചോദിച്ചു നോക്കിയോ. എന്നെ സത്യം പറയല, ഇന്നലെ രാവിലെ എന്നെ വിളിച്ച ആ കോളേജിൽ നിന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എന്റെ 1 വർഷം അവർ കളഞ്ഞാണ്. അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ MBAക്ക് പോകാണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. അച്ഛൻ പറഞ്ഞു MBA പഠിക്കാൻ പോകണോ ബിസിനസ് പോകണമെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ MBAയുടെ കാശ് ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് തരാം. MBA പഠിച്ച് എന്തായാലും ജോലിക്ക് പോയിട്ട് ആ കാശ് തിരിച്ചു കിട്ടൂല. ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കൊരു കാർ വാഷ് ഉണ്ട്, ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, ഇതെല്ലാം പാർട്ണർഷിപ്പിലാട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ഫുഡ് ഫാക്ടറി ഉണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എന്തായാലും പഠിത്തം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളവരും ഉറപ്പിച്ചല്ലോ. അപ്പൊ തൊട്ട് എന്നാ പിന്നെ സിനിമയിൽ ഒരു കൈ നോക്കാൻ നിർത്തിയിട്ട് ഈ സൗന്ദര്യത്തിലൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയോ? അത് പിന്നീടായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട്. ആ വരത്തലിലൊക്കെ പോയി കണ്ടാൽ മനസ്സിലാവും, വരത്തല് കറുത്ത് പണ്ടാറങ്ങിക്കണേ അതിന്റെ അകത്ത്. മുൻപ് ഈ മാഗസീനിലൊക്കെ ഹരിശ്രീ അശോകനും കുടുംബവും എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് പടം അർജുന്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പൊ കാണുമ്പോ ആള്. ചോക്ലേറ്റ് ആയിട്ട് കറുത്ത് വെളിഞ്ഞ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നിറത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു. അത് മനസ്സിലായി എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഇപ്പൊ കാണുന്ന സമയത്ത് അത്യാവശ്യം മസിൽ ഉണ്ട്. സത്യം പടത്തിന് വേണ്ടിയാ ഇതെല്ലാം. ഇപ്പൊ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പടത്തിന് വേണ്ടിയാ, അല്ലാണ്ട് ഇങ്ങനെയല്ല ഭയങ്കര വൃത്തിയായിട്ട പോലെ. വർക്കൗട്ട് പണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര മാസമായിരുന്നു. അപ്പൊ അത് കുറച്ച് പറവയ്ക്ക് വേണ്ടി തടി കുറച്ച്, താടി 1 വർഷം വളർത്തി. അപ്പൊ എനിക്ക് ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ലുക്കല്ല, നമ്മൾ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണുണ്ടല്ലോ നന്നായിട്ട്, അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബിടെക്കിന് വേണ്ടി തടി വെച്ച്, നേരെ മന്ദാരത്തിന് വേണ്ടി താടി 3 അപ്പിയറൻസ്, വരത്തിന് വേണ്ടി തടി പിന്നെയും കുറച്ച്, പിന്നെ ജൂണിന് വേണ്ടി ഫസ്റ്റ് തടി കൂട്ടി വർക്കൗട്ട് ചെയ്ത് പോലീസുകാരനായിട്ട്, പിന്നെ സ്കൂൾ സീക്വൻസ് തടി കുറച്ച്. അപ്പൊ ഇതിങ്ങനെ ആയപ്പോഴേക്കും ബോഡിക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഇപ്പൊ അതേ ദൈവം സഹായിച്ച് ഉണ്ട എന്ന പടത്തിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ, അത് നേരെ ഇല്ല, അത് കറക്റ്റ് ഡയറക്റ്റ് ജൂണിൽ നിന്ന് നേരെ സെറ്റ് ചെയ്ത് ഇപ്പൊ തുറമുഖം തന്നെ പടം ചെയ്യാൻ പോകുന്നു രാജീവേണ്ട. അപ്പൊ ഇപ്പൊ തടി കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സിലാണ്. ഇപ്പൊ കുറെ സിനിമകളുടെ പേര് പറഞ്ഞു അർജുൻ അഭിനയിച്ചാൽ. ഏത് സിനിമയുടെ പാട്ടപ്പ കേൾക്കണ്ടേ? ജൂണിലെ പാട്ട് കേൾക്കാം ഇപ്പൊ തന്നെ കേൾക്കാം ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. നടൻ ഹരിശ്രീ അശോകന്റെ മകൻ, ഒപ്പം മലയാള സിനിമയിലെ യൂത്തന്മാരുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു മുഖം കൂടിയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ്. ഞാൻ ശാലിനി, കൂടെ അർജുൻ അശോകൻ. അർജുനില് ഒരു നടൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആരായിരുന്നു ശരിക്കും? അമ്മ. എപ്പോ? 5th ഒക്കെ തൊട്ടായിരിക്കും എന്തായാലും. കാരണം എക്സാം പേപ്പേഴ്സ് ഒക്കെ വരുമ്പോ എന്തായാലും പൊട്ടും, ഉറപ്പാണത്. എഴുതുമ്പോ തന്നെ അറിയാലോ. ടേം മാത്രം പാസ്സാവും, മിഡ് ടേം ഒക്കെ എന്തായാലും ഉറപ്പാ പൊട്ടില്ല. അപ്പൊ നമുക്ക് പേപ്പർ കിട്ടുമ്പോ തന്നെ ഫുൾ നല്ല ഡാർക്ക് ആയിരിക്കും. അപ്പൊ എന്റെ ബസ് റൂട്ട് എന്ന് പറഞ്ഞാല് പച്ചാളം തൊട്ട് കാക്കനാട് വരെ ട്രാവൽ ചെയ്യണം. അപ്പൊ സ്കൂൾ ബസ്സിൽ കാക്കനാട് പണ്ടെന്ന് പറയുമ്പോ ഈ ബിൽഡിങ്സ് ഒന്നും ഇല്ല, കൊക്ക പോലത്തെ സ്ഥലങ്ങളാ. അപ്പൊ ഈ പേപ്പർ കിട്ടുമ്പോ ഈ പേപ്പർ എന്ത് ചെയ്യണമെന്നായിരിക്കും അറിയില്ല. ബസ്സിലിട്ടാ എന്തായാലും ഡ്രൈവറായിട്ട് നമ്മ കൊണ്ടേ കൊടുക്കും. നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് പറത്തി വിടും. പേപ്പറും കാണൂല, ഒരു എവിഡന്റ് ഒന്നും ഉണ്ടാവില്ല. അവസാനം ഓപ്പൺ ഹൗസിന് വരുമ്പോഴാണ് അമ്മ ഈ കാര്യം അറിയണം. അപ്പൊ അത്രയും ദിവസം വരെ നമ്മൾ പിടിച്ചു നിൽക്കണമല്ലോ ഈ സംഭവം. ചോദിക്കും. അപ്പൊ അമ്മ പറയും കിട്ടിയിട്ടില്ല, എന്ത് പറ്റി? അത് ഇത്ര റോൾ നമ്പർ വരെ കിട്ടിയിട്ടുള്ളൂ, ഇനിയിപ്പോ ബാക്കി റോൾ നമ്പർ നാളെ തരും. അങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കണം. കുറെ കഴിയപ്പോ നമുക്ക് സംശയമായി. പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇവൻ സ്ഥിരം പരിപാടിയാണ്. ഡ്രൈവറായിട്ടും ബാക്ക് മിററിൽ കൂടെ കണ്ട് ഈ റോക്കറ്റ് ഒക്കെ പോണത് പുറത്തേക്കൊക്കെ. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ സംഭവം മനസ്സിലായി, തരികിടയാണ് പിള്ളേർ ഒപ്പിക്കണേ. ഇത് ഒളിച്ചു വെച്ചിട്ട് നമ്മൾ അമ്മയുടെ മുമ്പിൽ ആക്ടിങ് കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ്
ലാസ്റ്റ് ഇതെല്ലാം പൊളിയണത് മിസ്സിന് മുമ്പിൽ അമ്മയിട്ട് പോകുമ്പോഴാണ്. അച്ഛൻ വരാറില്ല? ഇല്ല, ദിവസം അയച്ച എപ്പോഴും ഷൂട്ടിലായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അച്ഛൻ കലിപ്പ? വൻ കലിപ്പ. ഞാനും കേട്ടിട്ട് ഈ തമാശ പറയുകയും തമാശ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഭയങ്കര സീരിയസ്. എന്താ അറിയില്ല, അതന്നെ ഏറ്റവും മെയിൻ പ്രോബ്ലം. എനിക്ക് പേടി. അമ്മ എന്തായാലും അച്ഛനെ വിളിച്ച് പറയും. പക്ഷെ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വെച്ചാൽ ഇവൻ എന്തായാലും അവസാനം പാസ്സായി പോകുന്ന അറിയാം. പക്ഷെ എന്നാലും ഇങ്ങനത്തെ സംഭവമൊക്കെ കണ്ടുപിടിച്ചത് അമ്മയാണ്. ഏതെങ്കിലുമൊക്കെ സമയത്ത് അച്ഛൻ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടോ? ട്യൂഷൻ ഉണ്ടാവുമ്പോ ട്യൂഷനിൽ പൊക്കാറുണ്ടായിരുന്നു. ട്യൂഷൻ ഡയറക്റ്റ് അപ്പൊ തന്നെ റിസൾട്ട് കൊടുക്കൂല വീട്ടില്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ നൈസായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് എല്ലാരും പോകുമ്പോ നല്ല ഫയറിംഗ്. തല്ലൂല, അമ്മ തല്ലും. അമ്മ തല്ലുമായിരുന്നു. പക്ഷെ ഒരു തല്ലല് എനിക്ക് ബാക്കിൽ ഒരു പാട് വന്നോടെ അച്ഛൻ നല്ല രീതിക്ക് അമ്മേനെ വഴക്ക് പറഞ്ഞു. അതോടെ തല്ലല് നിന്ന്. അതോടെ ഞാനും നന്നായിരുന്നു. അതൊരു ഒന്നൊന്നര അടിയായിരുന്നു ബാക്കിൽ. ജൂൺ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം ചെറുപ്പം തൊട്ടേ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായില്ല. കാരണം വെച്ചാൽ ഞാൻ ബികോം ചെയ്യുന്ന സമയത്ത് DJ ആയിരുന്നു ഒരു 5 years. DJ അർജുൻ? അതെ. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ട്? ഞാൻ ഇവിടെ ആർവിനെ അറിയോ? DJ ആർവിയുടെ ശിഷ്യനായിരുന്നു ഞാൻ. എനിക്ക് പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു, കൺസോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 5 years പ്ലേ ചെയ്ത് അച്ഛൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പെട്ടി മടക്കിക്കോ, അടുത്ത പരിപാടിക്ക് പൊക്കോ എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഈ DJസിനൊക്കെ മൊത്തത്തിൽ ഒരു സ്റ്റൈലില്ലേ അവരുടെ വർത്താനത്തില്, അവരുടെ ചലനത്തില്, കടുക്കനൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വളർത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അയ്യോ ബടി അങ്ങനത്തെ അതാണ് ആകെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഒരുമാതിരി കോലത്തിലൊന്നും കെട്ടി അടക്കാൻ നിൽക്കരുത്. നിനക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പോയി പ്ലേ ചെയ്തിട്ട് നേരത്തെ കാലത്ത് വീട്ടിൽ കയറാൻ നോക്കുക. പക്ഷെ അത് ഭയങ്കര സെൽഫ് ഏർണിംഗ് എന്നുള്ള പരിപാടി എനിക്ക് അവിടെ തൊട്ടാണ് തുടങ്ങിയത്. കൺസോൾ മേടിച്ചെന്ന അച്ഛനാണ്. അത് അച്ഛൻ അതിനിപ്പോ വിറ്റ്, ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ വിറ്റ്. ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹമുണ്ട്. കാത് 2 കുത്തിയിട്ടുണ്ട്. പിന്നെ ആഗ്രഹങ്ങൾ കേട്ടെ. ടാറ്റുവിന് ഭയങ്കര ആഗ്രഹം. പിന്നെ പാട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് ഇങ്ങനെ പ്രൊഡക്ഷൻ പഠിക്കാൻ നിൽക്കുന്നു. പാട്ടിനോട് വലിയ ഇഷ്ടം ചെറുതായിട്ടൊക്കെ. അതുകൊണ്ടാണ് അച്ഛൻ പഠിച്ച അച്ഛന്റെ സിനിമയിൽ പാട്ട് പഠിച്ചത്. ഇങ്ങനെ ചോദിച്ചു, നീ എന്താ എന്റെ പടത്തിലൊന്നും ചെയ്യണല്ലേന്ന് വെച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഞാൻ വെച്ച് എന്തെങ്കിലും ചെയ്യാ, എന്താ ചെയ്യെന്ന് വെച്ചാൽ ജൂൺ ഷൂട്ട് നടക്കണായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രമോ സോങ് എന്തെങ്കിലും ചെയ്താലോ, ഇനിയിപ്പോ സമയമൊന്നുമില്ല, ഷൂട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രമോ സോങ് ചെയ്യാം. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്. പ്രമോ സോങ്. ഏത് പാട്ട്? അച്ഛന്റെ പടത്തിലുള്ള പാട്ട്. പട്ടാളം. ഞാൻ യൂട്യൂബിൽ കാണിച്ചേരാട്ടോ. അത് വൻ പിച്ചാണ്. എന്റെ പിച്ചും ലാസ്റ്റ് ആ പാട്ട് കേട്ടിട്ട് കൊള്ളിലേക്ക് ഞാൻ കൂവാറുണ്ട്. അല്ല, എനിക്ക് ആ കൂള് കേൾക്കുമ്പോ തലയിറങ്ങി വീഴും. അതെ. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. എന്താ എനർജി, ഫുൾ ഓൺ എനർജിയിൽ ഈ കേട്ട ശബ്ദം അർജുൻ അശോക് ഉണ്ട് ക്ലബ് FM സ്റ്റാർ ജാമിൽ. എന്റെ ഗസ്റ്റ് ഈ ഞാൻ ശാലിനിയാണ്. മലയാള സിനിമയിലെ ചില ആക്ടേഴ്സ് സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നുണ്ട് ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ സംവിധായകരുടെ ആക്ടേഴ്സ് ആണ്. ചില ആൾക്കാർ പഴയ സംവിധായകരുടെ ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ അർജുന്റെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ അർജുൻ എന്ന സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതേതോ പുതിയ പിള്ളേർ ചെയ്യണതാ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ മുഖത്തേക്ക് നോക്കി തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവൂലേ? ഞാനല്ലല്ലോ പറയണ്ടേ, നിങ്ങളല്ലേ പറയണ്ട ഈ കാര്യം. പുതിയ പിള്ളേരുടെ ഇല്ല, എനിക്കിപ്പോ അമലേന്റെ പടം എന്റെ ഡ്രീം ആയിരുന്നു, അമലിന്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് ഹാപ്പി. അമ്പൂക്കയുടെ പടത്തിലും അഭിനയിച്ചു, ട്രാൻസിലും അഭിനയിച്ചു. അമ്പൂക്കയുടെ പടത്തില് എനിക്കത് ഇതൊക്കെ ഡ്രീമാണ്. അപ്പൊ അത് ഇനി സമീർക്കയുടെ പടത്തിലും കൂടെ അഭിനയിക്കുന്ന അത്രയൊക്കെ ചെറിയ ഡ്രീം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോൾ വെറുതെ ബോളിവുഡിലോട്ടൊക്കെ പോയിട്ട്. ഇല്ല, എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ പോയാനെ. തമിഴും തെലുങ്കും കന്നഡയൊക്കെ പിടിക്കണ്ട. അത് അവർ ഡബ് ചെയ്യണ ഇരിക്കും. ഇപ്പൊ നിനക്കറിഞ്ഞൂടെ? എനിക്ക് തമിഴ് കുറച്ചറിയാം, കന്നഡയൊക്കെ ഞാൻ എങ്ങനെ പഠിക്കാനാ? എന്ത് പഠിച്ചാ? മര്യാദ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല, പിന്നെ വേറെ ഭാഷയൊക്കെ പഠിക്കാൻ പോകാൻ. ഇത്ര വർഷമുള്ള മലയാളം ഇപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ തന്നെ ഒരു ഗ്രോത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും അല്ലെ? ഒരു ഇത്ര വർഷം കൊണ്ട് എത്ര പടങ്ങൾ ചെയ്യണം, ഇന്ന ആൾക്കാരുടെ ചെയ്യണം, ഇന്ന ലെവലിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പ്ലാനിങ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത്ര ഇറങ്ങിയ പടങ്ങളും 4 എണ്ണവും ഫ്രണ്ട്സും എനിക്കിങ്ങനെ പരിചയമുള്ള രീതിയിൽ വിളിച്ചതാണ്. ഒരു കംഫർട്ട് സോൺ ആയിരുന്നു എല്ലാം എനിക്ക്. ഇപ്പൊ വന്ന കോൾസ് എന്ന് വെച്ചാൽ എന്റെ ഇറങ്ങിയ പടങ്ങൾ കണ്ടിട്ടാണ് ഇപ്പൊ ആൾക്കാർ വിളിക്കണം. അപ്പോഴും ഞാൻ കമ്മിറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ട്സിന്റെയും പരിചയമുള്ള ആൾക്കാരുടെ പടങ്ങൾ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് എന്നെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം പിന്നെ ഏത് ടൈപ്പ് ഓഫ് ജോണർ പിടിക്കണം എന്ന് ഞാൻ ആലോചിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. വിളിക്കുമ്പോ നല്ല കഥയാണ്. അതാണ് ആദ്യമേ ഞാൻ കുറച്ച് ബിസിനസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പതുക്കെ പടത്തിലേക്ക് ഇറങ്ങിയത്. അതായത് തൊട്ടപ്പുറത്ത് കഞ്ഞി കുടിക്കാൻ പറ്റണം. അതിന്റെ ഇടയ്ക്ക് ഒരു കല്യാണവും കഴിച്ചു പോയി. അതിനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ ചോദിക്കണ്ടല്ലോ. വേണ്ട കുറച്ച് എന്തായാലും കുറെ ഉണ്ട് പറയാൻ.
ഇപ്പൊ മലയാള സിനിമയില് നമ്മൾ പൊസിഷൻ ചെയ്യോ അല്ലെ നമ്മളെ. ചിലർ പറയും എനിക്ക് നായകനായിട്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ, ചിലർ പറയും മെയിൻ വില്ലൻ ആണെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ചെയ്ത ക്യാരക്ടേഴ്സ് തമ്മിൽ റിസംബ്ലൻസ് ഉണ്ടാകാൻ പാടില്ല. വരുത്തലിൽ വില്ലൻ കട്ട വില്ലൻ, അത്ര മെയിൻ വില്ലൻ അല്ലെങ്കിലും നല്ലൊരു വൃത്തികെട്ട വില്ലനാണ്, ഓർത്തിരിക്കും ആ വില്ലൻ. ഊള വില്ലനാണ്, എല്ലാവർക്കും മറ്റേ കാണുമ്പോ തന്നെ തുപ്പാന്നുള്ള പരിപാടി തോന്നും. അതേപോലെ തന്നെയാണ് ബിടെക്കിൽ അയ്യോ പാവം അങ്ങനത്തെ ഒരു ചെക്കൻ. പിന്നെ പറവേലാണെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരൻ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ, യോഗ്യൻ. എന്താ നോക്കുക അർജുൻ ഒരു റോള് വരുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യം നോക്കും. ഇല്ല. പിന്നെ ഇപ്പൊ ഒബ്വിയസ്ലി എല്ലാവരും നോക്കുന്ന പോലെ തന്നെ കഥയിൽ അത്യാവശ്യം ഒരു വാല്യൂ ഉള്ള ക്യാരക്ടർ ആണോ നോക്കും, ആണെങ്കിൽ എന്തായാലും ചെയ്യും. അല്ലാതെ സംവിധായകൻ ആര്, അതിന്റെ പ്രൊഡക്ഷൻ ആര്, നായിക ആര്, നായകൻ ആര്, ഇതൊന്നും നോക്കില്ല. അതെന്തായാലും നമുക്ക് നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. കാരണം വെച്ചാല് പടം ഇറങ്ങണ്ടേ, പടം ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പോകാരും കാണൂല പുറത്ത്. അത് മാത്രമല്ല നല്ല കഥകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ എന്ത് അപാര പടം. അതിൽ അഭിനയിക്കാൻ പറ്റാത്ത സങ്കടമുണ്ടോ? എനിക്ക് നല്ല സങ്കടമുണ്ട് സത്യം പറയാലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഭയങ്കര വെച്ചാൽ അറിയാലോ, ഞാൻ ഇനി അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. എത്ര വട്ടം കണ്ടു പടം? ഞാനും 2 പ്രാവശ്യം. ഞാനും 2 വട്ടം കണ്ടു. അതിൽ ഏത് റോള് കണ്ടപ്പോഴാ ഈടാ എനിക്ക് കിട്ടിയിരുന്ന ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അതിലൊരു സത്യം എന്റെ അമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ കുമ്പളങ്ങി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചത്. അങ്ങനെ വേറെ സിനിമ കണ്ടിട്ടാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചിട്ടില്ല. എനിക്ക് സെക്കൻഡ് ഷോ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ക്യാരക്ടർ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഏത് ക്യാരക്ടർ? ദുൽഖറിന്റെ. എന്താണത്? എന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിന്ന് പുറത്താക്കാനുള്ള ഇന്റർവ്യൂ ആണത്? അങ്ങനെയൊന്നുമില്ല. അതിലൊരു ഭാഗം എനിക്ക് ജസ്റ്റ് പാർട്ടായാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹീറോ ആകണം ഇതാകണം എന്നൊരു നല്ല ടീമിലൊരു ഭാഗമാകണം. അതാണ് അജണ്ട. ശരി, ഇപ്പൊ ഏത് പാട്ടാ കേൾക്കേണ്ടതെന്ന് പറയാം. ഇപ്പൊ 2 വട്ടം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചാനൽ പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സിൽ കേൾക്കാം തീർച്ചയായിട്ടും. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്. യെസ്. ഹലോ, വെൽക്കം ബാക്ക്. സ്റ്റാർ ജാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ ഗസ്റ്റ് ആരാന്നറിയോ? അർജുൻ അശോകൻ. ഹായ്. അയ്യോ, എന്റെ പേര് പറഞ്ഞില്ല അല്ലെ? ശാലിനി. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണ് അർജുന് സിനിമയിലേക്ക് വരാൻ ഒരു ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞില്ലേ? സാധാരണ അങ്ങനെ വല്ല ആഗ്രഹമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് നമ്മള് അതിനായിട്ട് വേണ്ട കുറച്ച് ഹോംവർക്ക്സ് ഒക്കെ ചെയ്യും. ഒന്നില്ലെങ്കിൽ കുറെ സിനിമ കാണും, ഇഷ്ടമുള്ള നടന്മാരെ സിനിമ കാണും, അവരുടെ ആക്ടിങ് നോക്കും, ആക്ടിങ് സ്കൂളിൽ പഠിക്കാൻ നോക്കും, അങ്ങനെയൊക്കെ. ഒന്നും ചെയ്തിട്ടില്ല? ഞാൻ ഒരു വർക്ക്ഷോപ്പിന് ഒരെണ്ണം പോയിട്ടുണ്ട്. എവിടെ? പനമ്പിള്ളാറില് ഒറ്റൊരു വർക്ക്ഷോപ്പ്, 2 days. ആക്ടിങ് എന്താ പരിപാടി എന്ന് അറിയണമല്ലോ. അല്ലാണ്ടൊന്നും അറിയാണ്ട് നമുക്ക് കയറി ചെന്ന എന്തായാലും കുളവാണൊക്കെ നല്ലത്. എന്തെങ്കിലും അറിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ രീതിയിൽ എന്തെങ്കിലും പിടിക്കാം എന്നുള്ള രീതിയിൽ. എനിക്ക് ഭയങ്കര ചമ്മൽ, ഞാൻ പറഞ്ഞില്ല, ചമ്മലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര ഷൈ. എനിക്ക് ഗ്രൂപ്പ് ഒരു പബ്ലിക് ഫംഗ്ഷൻ പോകാൻ ഒരു താല്പര്യമില്ല. ഇപ്പോഴും ഭയങ്കര താല്പര്യക്കുറവാണ് പബ്ലിക് ഫംഗ്ഷൻ പോകാൻ. ഇല്ല, ഇതുവരെ ഒന്നും പോയിട്ടില്ല. ഇല്ല. പോണ്ടേ, നമുക്ക് തുടങ്ങണ്ടേ? അറിയില്ല, വിളിച്ചാ പോയി. വിളിക്കാത്തന്നെ കുഴപ്പമായിരുന്നു ആദ്യമൊക്കെ. വിളിക്കാത്ത കല്യാണത്തിന് എങ്ങനെ സദ്യക്കാൻ പോവാ. അപ്പൊ മുൻപ് അച്ഛന്റെ കൂടെ ഒക്കെ പോയിട്ടൊന്നുമില്ല? ചെറുപ്പത്തില് എന്തോ പോയിട്ടുണ്ട്, അല്ലാണ്ട് പിന്നെ പോയിട്ടില്ല. ഈ ഗ്ലാമർ വേൾഡ് ഫാസിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ആയിട്ടില്ല ഇപ്പോഴും. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം, അഭിനയം ഒരു ഈസി മണിയാണെന്ന് കരുതിയിട്ടോ അഭിനയത്തിലേക്ക്? ഒരിക്കലുമല്ല. അത് തുടങ്ങിയപ്പോ മനസ്സിലാവും. നമ്മളൊരു 10, 12, 20 ടേക്കൊക്കെ പോകുമ്പോ മനസ്സിലാവും ഇത് ഒരു എളുപ്പമല്ലാത്ത പണിയാണ്. ഭയങ്കര. എനിക്കിപ്പോ എന്റെ ഏറ്റവും കൂടുതൽ ടേക്ക് പോയി 22 ടേക്ക് പോയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ നമ്മൾ ലൈവ് റെക്കോർഡിംഗ് ആകുമ്പോൾ ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് അല്ലാത്ത തെറ്റായാലും റീടേക്ക് പിന്നെയും പോകും. ക്യാമറ ഫോക്കസ് ഔട്ട് ആണെങ്കിൽ റീടേക്ക് പോകും, നമ്മളൊരു വാക്ക് തെറ്റിയാൽ പിന്നെയും റീടേക്ക് പോകും. അപ്പൊ മൊത്തം ക്രൂ പിന്നെയും ആ 22 പ്രാവശ്യം സെയിം സീൻ ഷൂട്ട് ചെയ്തിരിക്കണേ. നമ്മളായിരിക്കും ചിലപ്പോൾ ഫോക്കസിൽ വെക്കണം. അത് ഒരു ഭീകര പ്രഷറാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ കഴിവിലെത്തിയപ്പോ? ഇല്ല, ഒരിക്കലും എത്തിയിട്ടില്ല. സിനിമയിലോട്ട് ഇറങ്ങാനാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തായിരുന്നു ഉപദേശം? നിനക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യാ, ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ അച്ഛന് ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നാടകവും മിമിക്രി ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കുറവ് അതാണ്, എക്സ്പീരിയൻസ് കുറവാണ്. ഫിലിമിലായാലും നാടകമായാലും ഞാൻ സ്കിറ്റും ചെയ്യില്ല. ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു പണ്ട്, കണ്ടംപററിയും. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ചെയ്യും. അമ്മയുടെ ഷോ ഉണ്ടായില്ലേ തിരുവനന്തപുരത്ത് നടന്ന്, അന്ന് ഞാൻ സ്റ്റേജ് പെർഫോം ഒക്കെ ചെയ്തായിരുന്നു. അന്ന് അത്ര ഞാൻ ബിടെക് ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എന്നെ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് അയച്ചു. അപ്പോ എക്സ്പീരിയൻസ് കുറവാ. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഫസ്റ്റ് ഉണ്ടായത് പറവയിലൂടെ DQന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ, ദുൽഖർക്കടൊപ്പം അഭിനയിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ആദ്യം കഥ പറയുമ്പോൾ എടുത്ത് തന്നെ ദുൽഖർക്കടൊക്കെ ഒപ്പം ഉള്ളൊരു ഗ്യാങ് ആണ്. അപ്പൊ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. ദൈവമേ, ഞാൻ എങ്ങനെ നിൽക്കും? മമ്മൂക്കയുടെ ഞാൻ ഡൈ ഹാർട്ട് ഫാനാണ് മമ്മൂക്കയുടെ. ഓഫ്, ഞാൻ പിന്നെ പറയാനെ പറ്റി ഡീറ്റെയിൽസ്
കുറെ കഥയുണ്ട് എന്റെ ലൈഫില്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയില് ദുൽഖർക്ക് വന്നപ്പോ നമ്മള് മറ്റേ ഫാന്റസി വേൾഡില് സ്ലോ മോഷൻ നമ്മൾ കാണുന്നതാണ്. നടന്ന് മറ്റേ കാറിനകത്ത് ഇറങ്ങി നടന്നു വന്നതും നമ്മളിരിക്കണതും. ഞാൻ സൗഭിക്കനെ നോക്കി ചിരിച്ച്, ഞാൻ ചിരിച്ച്, എല്ലാരും ചിരി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതേപോലെ ഉണ്ടയില് മമ്മൂക്കേനെ ഒപ്പം അഭിനയിക്കാന്നുള്ള ചാൻസ്, അതും ഒരു വേറെ ഫീലായിരുന്നു. അയ്യോ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സിനിമാ വേൾഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന പുതുമുഖങ്ങളില്ലേ, അവര് സംസാരിക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ അർജുൻ എന്റെ അടുത്ത് സംസാരിക്കണം. ഈ എന്താ പറയാ, ഫാന്റസി വേൾഡ് കണ്ടു, അല്ലെങ്കിൽ ഇവരൊക്കെ കണ്ടപ്പോഴേക്കും അന്തം വിട്ടു എന്നൊക്കെ പറയും. പക്ഷെ അർജുന് കുറച്ചുകൂടി എളുപ്പമായിരുന്നില്ലേ? ഇവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ലേ ചെറുപ്പകാലത്ത്? നേരിട്ട് കാണാന്ന് വെച്ചാലും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ. അങ്ങനെ വീട്ടിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഭയങ്കര എക്സൈറ്റഡ് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പോഴും എല്ലാ പരിപാടിക്കും വിളിക്കും വാവാന്ന്, പക്ഷെ ഒരു പരിപാടിക്ക് ഞാൻ പോകില്ല. പക്ഷെ ദൂരത്ത് മാറി നിന്ന് കണ്ട് ആശ്വസിക്കാന്നുള്ള നിർവൃതി അടയും. അങ്ങനെ ഇതുപോലെ തന്നെ ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും കണ്ട് അന്തം വിട്ട് എന്നിട്ടുള്ള വേറെ ആരെയാ? ആസിഫ് ഖാൻ അടിപൊളിയായിരുന്നു, സൗബിക്ക അടിപൊളിയായിരുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആസിഫിന്റെ ചായ ഉണ്ടെന്ന്? കുറെ പേര് കണ്ടിട്ടുണ്ട്. കട്ട മീശ വെച്ചിട്ടും താടി കൊളത്തിക്കുമ്പോ ആൾക്കാർ ആസിഫ് ഖാൻ ലുക്ക് ഉണ്ടല്ലോ, അവന് താങ്ക് യു. ഞാൻ പറയാൻ കാര്യം എന്താ പറയാ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോ ഈ മൈക്ക് കാരണം എനിക്ക് പകുതി കാണുന്നില്ലല്ലോ, മൊത്തം കണ്ട. ശരിക്കും അടിപൊളി ഇക്കാക്കാണല്ലോ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഏത് സിനിമയിലെ പാട്ട് വേണം? ബിടെക്കിലായല്ലോ നിങ്ങൾ രണ്ടുപേരും തകർത്തഭിനയിച്ചല്ലേ? കേൾക്കാം. ഡൺ. ഇവിടെ ഇപ്പൊ സ്റ്റാർ ജാമിന്റെ ഗസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ റൗണ്ടുകളെ കുറിച്ച് വലിയ പിടിപാടില്ല ആർക്ക്, ഗസ്റ്റിന്. അതിന് മുന്നേ ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ശാലിനിയുടെ കൂടെ ഞാനാണ് അർജുൻ അശോകൻ. ഇനി റൗണ്ടിന്റെ പേര് റെഡി? ട്രൂ ഓർ ഫാൾസ് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോളിന് വേണ്ടി മണിയടിക്കാൻ എനിക്കറിയാം. ഫാൾസ്. അറിഞ്ഞൂടാ? മണിയടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാ, ആദ്യം കണ്ടാ? പിന്നെ എന്റെ അടുത്ത് തന്നെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പടം കാണാറുണ്ട്. പക്ഷെ നമ്മളും ആ ഒരു സ്റ്റേജ് എല്ലാവരും നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞ എങ്ങനെ ഒരു വരിക? ഇൻസ്റ്റാഗ്രാം തന്നെ മെസ്സേജ് അയക്കും, ഈ ഷൂ എവിടെ നിന്നാ മേടിച്ചേ, അല്ലെങ്കിൽ ഏതാ ക്യാമറ, നല്ല ഷോട്ട് ആണല്ലോ, എങ്ങനെ സ്റ്റോറി എടുത്ത്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതടുത്ത പടം ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, ഞാൻ ഇത് എന്റെ പ്രൊഫൈലാണ്, നോക്കണം, ഇത് എന്റെ ഫോട്ടോസ്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഞാനൊരു റോൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രണ്ടിന്. ഫ്രണ്ടാണ് അങ്ങനെ ഫ്രണ്ടായിട്ട് റോൾ കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് തന്നെ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരസ്യങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ട്രോ. എന്ത് പ്രോഡക്ട്സ്? കാറും ബൈക്സും ഓട്ടോമോട്ടീവ്, എന്തായാലും ഒരു പ്രശ്നമില്ല. ഈ സോപ്പിന്റെ പരസ്യം, സോപ്പൊക്കെ മഞ്ഞളും അതാണോ? അതെന്നെ കണ്ടാ തോന്നണ ആൾക്കാർക്ക് ഒത്തിരി സന്തോഷാണെന്ന് തോന്നണം. അത് തോന്നൂല പിന്നെ ഞാൻ എങ്ങനെ വിളിക്കാൻ. ഓട്ടോമോട്ടീവ് ബുക്കാണ്, മറ്റേ ഔട്ട്ഫിറ്റ്സ്, ഡ്രസ്, എന്തായാലും ഒരു പ്രശ്നമൊന്നുമില്ല. ഹോർഡിങ്സില് എന്റെ തല എന്റെ ഫുൾ ബോഡി കണ്ട് ഞാൻ തന്നെ ധൃതങ്ക പുളകിതനായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ബിടെക്കും പറവയുടെ സമയത്തൊക്കെ. ആദ്യമായിട്ട് എവിടെ വെച്ച് എപ്പോഴായി ഹോർഡിംഗ് കണ്ടത്? എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടത് വാട്സാപ്പിൽ എനിക്ക് എന്റെ അച്ഛന്റെ മാനേജർ മെസ്സേജ് അയച്ചപ്പോഴാണ്. അത് കണ്ടപ്പോ തന്നെ എന്റെ കൈയും കാലൊക്കെ വിറച്ച് കണ്ണൊക്കെ നിറഞ്ഞ്. അത് എവിടെയായിട്ടാന്ന് ചോദിച്ചപ്പോ തന്നെ അവന് കലൂർ ഏരിയയിലാണ്. ഞാൻ അപ്പൊ തന്നെ കാറെടുത്ത് കലൂരേക്ക് പോയി നോക്കി ഒരു വലിയ ബ്രീത്ത് വിട്ടിട്ട് ഓക്കെ സത്യം വരുന്നത് മനസ്സിലാക്കിയിട്ട് നേരെ വീട്ടിൽ പോയി. ഓക്കെ, പുതിയ സംവിധായകരുടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് ടാഗ് ചെയ്യപ്പെട്ട സംവിധായകരുടെ കൂടെ അഭിനയിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെയില്ല, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ ഓപ്റ്റ് ചെയ്ത് ചെയ്യാം. ആ ഉത്തരം ഞാൻ ഇവിടെ എടുക്കില്ല. ട്രൂ ഓർ ഫാൾസ് പറഞ്ഞാൽ മതി കേട്ടാ. എന്താ പറയാ, ഇത് 10 കണക്കിന് ഫണ്ടൊന്നല്ല, വേറെന്തെങ്കിലും പേര്. പുതിയ സംവിധായകരുടെ കൂടെ അഭിനയിക്കാനാണ് എനിക്ക് താല്പര്യം. ഫാൾസ്. എല്ലാ സംവിധാനം ഇങ്ങനെ ചോദിച്ചാൽ അവൻ എങ്ങനെ പറയാ? എന്താ ട്രൂ അല്ലെങ്കിൽ ട്രൂ എന്ന് പറയാ, ഫാൾസ് പറയാ. വിളിക്കാൻ നിന്ന ഗ്രാറ്റേഴ്സൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. എന്തായാലും വീണ് ഇനി അവിടെ കിടന്നു കാര്യമില്ല. ചോദിച്ചു. സൗന്ദര്യ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ട്രൂ. ഇപ്പൊ പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് വളരെ 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 ശരിയാണ്. ട്രൂ. അവന്റെ വീട്ടിൽ ഇപ്പൊ ഒരാൾ ഇരിക്കാണ്, ഭാര്യ എന്നുള്ള പേരിൽ. 8 വർഷത്തെ പ്രണയമാണ്. കല്യാണം കഴിഞ്ഞു പ്രേമിക്കാലോ അല്ലെ? പിന്നെ തീർച്ചയായിട്ടും. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരാളെ കല്യാണം കഴിഞ്ഞ് കെട്ടിവിനെ പ്രേമിക്കണോട്ടോ, വേറെ പെണ്ണിനെ പ്രേമിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതന്നെ പറഞ്ഞേ. ഇനിയിപ്പൊ അവള് കേൾക്കും വേറെ രീതിക്ക് എടുക്കും. എനിക്ക് വയ്യ വീട്ടിൽ പോയിട്ട് ഇടി പിടിക്കാൻ. ഞാൻ അതിന്റെ ഇടയ്ക്ക് അടുത്ത ചോദ്യം ചോദിച്ചിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ. അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിക്കുന്നവരുടെ അഭിനയം കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കരഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു സീക്വൻസിൽ ഉണ്ടേല്. കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ് ആണ്. തീർച്ചയായിട്ടും മമ്മൂക്ക ഫാനല്ലേ ഞാൻ. തീർച്ചയായിട്ടും. അതിന്റെ പേരില് ചീത്തപ്പേരും കേട്ടു തുടങ്ങിയോ? ഇല്ല, മമ്മൂക്കയുടെ മുമ്പിൽ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കൂല. ബാക്കി എല്ലാവരുടെ മുന്നിൽ വെക്കോ? എല്ലാവരും മുന്നിൽ വെക്കും. ലൊക്കേഷനിൽ വെക്കല്ലേ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈവ് ക്രേസ് ഉള്ള ആളാ. ഒന്നാമത് കൊച്ചിൽ താമസിക്കണേ. എന്ത് പേര് ഇവിടെ എന്തായാലും കൂളിംഗ് ഗ്ലാസ് ആരെങ്കിലും ഇട്ടു.
പോകും. എനിക്ക് ലേഡീസ് ഫാൻസ് ആണോ കൂടുതൽ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഫാൾസ്, രണ്ടുപേരുണ്ട്. ചെക്കന്മാരെ അപ്രോച്ച് ഉണ്ടായാലും മനസ്സിലാവും. നമുക്ക് വരെ മെസ്സേജസ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് എന്തായിരിക്കും ആൺകുട്ടികളോട് മെസ്സേജ് ചെയ്യാം? മച്ചാനെ, ബ്രോ, വാട്സ്ആപ്പ് ബ്രോ, ഹൗ യു ഡൂയിങ് ബ്രോ, പടം കണ്ട് മച്ചാൻ പൊളിച്ചിട്ടോ തകർത്തിട്ടോ, താങ്ക് യു. പിന്നെ ഹാർട്ട് ഇട്ടെടുക്കും. ഇനി പെൺകുട്ടികളൊന്ന് മെസ്സേജ് ചെയ്യാം. അർജുൻ ചേട്ടാ, ഹൗ ആർ യു, ജൂൺ കണ്ടു, ആനന്ദ് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് കിട്ടിയ അതാണ്. എനിക്ക് ആനന്ദ് കിട്ടിയാൽ മതിയായിരുന്നു. ഏജ് എന്നൊക്കെ കണ്ടപ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ചു ആനന്ദായിരിക്കും. കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റും. കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കേണ്ട പാട്ട് പറയൂ. പറയല് പാട്ടേക്കാം. ഓർമ്മകൾ. പറഞ്ഞു വരുമ്പോ 4-5 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അഭിനയിച്ച എല്ലാ സിനിമയും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അതുകൊണ്ട് വൺ ഡിമാൻഡ് ആണ് ആൾക്ക്. അങ്ങനെ ഡിമാൻഡ് ഉള്ള ആളെ മാത്രല്ലേ നമ്മൾ സ്റ്റാർ ജാമിൽ എടുക്കുള്ളൂ. പേര് പറഞ്ഞോളൂ. ഹലോ, ഞാൻ അർജുൻ അശോകൻ. കൂടെ ഞാനും ശാലിനി. So moving on to the next round. Start action cut. മനസ്സിലായില്ല. ഓ, എന്നാ സീനാണോ? ഓക്കേ, എന്താണ് സീൻ? ആ സീനാണ് ഇപ്പോ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. സീൻ കോൺട്രാ. Start action cut. സീൻ കോൺട്രയോ. അങ്ങനെ ആയ സീനുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറയുമ്പോ ആദ്യം ഓർമ്മ വന്നത് പറവയിലൊരു സീക്വൻസ് ഉണ്ട്. ഞാൻ ദുൽഖർഖനെ ഫോൺ ചെയ്തിട്ട് ഓമിനി വാനിലേക്ക് എവിടെ എത്തിക്കാന്ന് ചോദിക്കൂലേ. ബീറടിക്കാനുള്ള പ്ലാനാണല്ലോ ചോദിക്കണേ. ഇല്ലിക്കാന്ന് പോണ. അപ്പൊ അതില് ഞാൻ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നടന്നങ്ങ് പോകുമ്പോ കട്ടാണ്. ഞാൻ തിരിച്ച് നടന്ന് ഫസ്റ്റ് ടേക്ക് നല്ല രസമുള്ള ടേക്കായിരുന്നു. കട്ടായിട്ടും ഞാൻ തിരിച്ച് നടന്നിട്ട് സോറി ഒന്നും കൂടി പോകുമ്പോ ഒന്നത് ലൈറ്റ് പോകാൻ നടക്കുന്ന സമയമായിരുന്നു. 6 മണിയൊക്കെ. സ്വാഭിക ഫുൾ പ്രഷറിലാണ്. സ്വാഭിക്ക് പൊട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വാഭിക്ക് അപ്പ ദേഷ്യപ്പെട്ടെ. പൊട്ട് കട്ടറാണ് ഞാൻ ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഫുൾ കട്ടായി. എന്നുവെച്ചാൽ അത് എന്നെ കുറ്റം പറഞ്ഞാൽ മതി, എനിക്കറിയില്ല എന്നാ. അപ്പൊ സൗഭിക്കൊണ്ട് നീ കട്ടറുണ്ട്. അപ്പൊ ടേക്ക് അത് അടുത്ത ടേക്ക് ശരിയായി. പിന്നെ സൗഭിക്കൊണ്ട് എടാ ഇത് ഞാൻ ആ ടെൻഷനില് കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കരച്ചിലേക്ക് തുടങ്ങി. അത് കയ്യിൽ സീനാണ്. അങ്ങനെയൊന്നുമില്ല, കണ്ണു പറഞ്ഞു. അത് എനിക്കെന്തോ ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടായി. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. ആ ഷോട്ട് എന്നെ കാണിച്ചു തന്നത് ഇത് ഓക്കെ നിനക്ക് നടന്നു പോയാൽ പോലെ ഇതിന് തിരിയാൻ പോയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ സംവിധായകരെന്ന് ചീത്തയേക്കുന്നതാരും പറഞ്ഞു തന്നിരുന്നില്ല? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത്ര ചീത്ത ഒന്നും പറഞ്ഞിരുന്നില്ല. ആ പ്രഷറിലൊന്നും ദേഷ്യപ്പെട്ടു. വേറെ ചീത്ത ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ടെൻസ്ഡ് ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ട്. മന്ദാരം തന്നെ ഷൂട്ടാണ് സമയത്ത് കണ്ടിന്യൂറ്റി ടീഷർട്ട് ഞാൻ ഒരു ഹോട്ടലിൽ വെച്ച് മറന്നായി. അതിലൊരു ഷോട്ട് ബാക്കി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയി തപ്പി. അവിടെ ഇല്ല. ഹോട്ടലിൽ വിളിച്ചു വെച്ചാൽ അവിടെ ഇല്ല. കുറെ വിളിച്ചു വെച്ചാൽ അവിടെ ഇല്ല. ഷോട്ടിന് തൊട്ട് മുമ്പ് ദൈവം സഹായിച്ച് കോസ്റ്റ്യൂം ഡിസൈനർ ആ ടീഷർട്ട് എവിടെ നിന്ന് ഒപ്പിച്ചുണ്ടോ എവിടെന്നാന്ന് അറിയില്ല. അത് കിട്ടി കറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്? അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റലാവും, അല്ലെങ്കിൽ പടത്തിൽ നിന്ന് പുറത്താവും. അന്ന് സംവിധായകനൊന്നും പറഞ്ഞു തന്നില്ല. ഇല്ല. അന്ന് ഭാഗ്യത്തിന് ആ തൊട്ട് മുമ്പാണത് ഞങ്ങൾ അറിയിച്ചത്. പണി പാളി എന്ന് അറിയിക്കാൻ ബാക്കി നിന്നിട്ട് ഏഞ്ചലിനെ പോലെ ഫുൾ പ്രകാശമായിട്ട് അയാള് കിട്ടി സാധനം കൊണ്ടുവന്നത്. ഉത്തരവാദിത്തമുള്ള നടന അതോടെ പഠിച്ച് ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കാൻ പാടുന്നു. അത്ര നാളും വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണല്ല ഇതിന്റെ കാര്യത്തില്. ഇല്ല, ഞാൻ വെച്ചാല് ചെറുപ്പം തൊട്ട് ലൊക്കേഷനിലൊക്കെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. ലൊക്കേഷനിൽ പോയി ലൊക്കേഷൻ ഫുഡ് അടിക്കുക. ലൊക്കേഷൻ പരിപാടിയൊക്കെ എനിക്ക് ഏകദേശം അറിയാം. പക്ഷെ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഈ ലൈറ്റപ്പ് ചെയ്യണം എന്തിനാ അങ്ങനൊന്നും എനിക്കറിയില്ല. ലൊക്കേഷനിൽ ഇങ്ങനെ പൊട്ടനെ പോലെ മറ്റേ ഈ പട്ടാഭിഷേകത്തിൽ ആനയുടെ നമ്മൾ ഒറ്റപ്പാലം പോയി സ്റ്റേ ഒക്കെ ചെയ്തു. ആനനെ ചെറിയ ആനയുണ്ട് ചത്തു കുളിപ്പിച്ച് നേരെ എത്തിക്കഴിഞ്ഞാൽ മണ്ണെടുത്ത് തരാം അവളുടെ മേത്തേക്കാൻ ഇടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പട്ടയം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് വലിയ ആനകളുടെ ഒപ്പം കെട്ടിയിടല്ലോ ഇവള്. അപ്പൊ ബാക്കിൽ കെട്ടിയിട്ടാണ് ആനകളുടെ ബാക്കിൽ നമ്മൾ പട്ടയതൊക്കെ ഇട്ട് ഞാനും ചേച്ചിയും പിന്നെ അതും കൂടി ഇങ്ങനെ പൊക്കി നൈസായിട്ട് നടന്ന് ചെറുതാണ് നടന്ന് അടുത്തുണ്ടായിട്ട് അടുത്തേക്ക് പോവില്ല, എറിഞ്ഞു കൊടുക്കും. എറിഞ്ഞിടും കോമഡി എന്താ വെച്ചിട്ട് എറിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഞാൻ അത് എടുക്കാണ്ട് ഇങ്ങനെ ഓടും. മൊത്തത്തിൽ പ്രശ്നം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസസ്. ഏത് സിനിമയിലെ ഏത് ടേക്കിന്റെ 10-22 ടേക്ക് പോയത് ഉണ്ടാ. ഞാൻ പറഞ്ഞില്ല, ഇത് സിംഗ് സൗണ്ടും കൂടി ആവുമ്പോഴുള്ള ഒരു പ്രശ്നം. വലിയ ഡയലോഗൊക്കെയാണല്ലോ, ഒറ്റയടിക്ക് ഷോർട്ട് ക്യാമറ ഷൂട്ട് ചെയ്യേണ്ട പരിപാടിയൊക്കെ. അപ്പൊ അത് ഒരു വാക്ക് തിരിച്ചാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് പിന്നെ സോറി കട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പോകും. പിന്നെ എനിക്ക് റഹ്മാൻ ഖാലിദ്, നമ്മുടെ മറ്റേ ഷൈജു ഖാലിദ് അനിയനാണ്, അനുരാഗ് അരിക്കുമ്പളത്തിന്റെ ഡയറക്ടർ, രണ്ടാമത്തെ പടം ഉണ്ട. അപ്പൊ അതില് റഹ്മാൻക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ സീൻ സുഖമായിട്ട് എന്റെ തെറുകേക്കാണ്ട് അങ്ങ് മാറിപ്പോയി. ഇല്ല പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ആ ഷോട്ട്. അതുകൊണ്ട് ഇപ്പോഴും ആശ്വാസം. മമ്മൂക്കയുടെ കട്ടയ്ക്ക് നിന്ന് ഡയലോഗ് പറയണ്ടാക്കണ്ടായിരുന്നോ? ഞാൻ മമ്മൂക്ക് അത് ഞാനിപ്പോ പറയാനുള്ളത്, അത് ആ ക്യാരക്ടർ പറയേണ്ടി വരും. അതാണ് ആ ക്യാരക്ടർ. അത് പടം കേട്ട് അടുത്ത ഇന്റർവ്യൂ ഞാൻ പറയാം. തീർച്ചയായിട്ടും എന്നെ വിളിക്കണം. പക്ഷെ അതൊക്കെ ഏത് സിനിമയുടെ പാട്ടാ വേണ്ടെന്ന് പറയാം. ഞാൻ കൊറേ പറഞ്ഞില്ലേ, ഇനി ശാലിനി പറയാം. മരത്തല്ല കേട്ടാലോ? മരത്തല്ല കേൾക്കാം. ബാസിബ്രോ പാടി കേട്ടോ പൊളിയിരിക്കും. പൊളിച്ചു.
ഇന്ന് സ്റ്റാർ ജാമിൽ ശാലിനിയുടെ കൂടെ ഞാനാണ് അർജുൻ അശോകൻ. സ്റ്റാർ ജാമിൽ എപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അർജുനും ബോറടിക്കും, കേൾക്കണവർക്കും ബോറടിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറെ കുറച്ച് പേർക്ക് ചോദിക്കാൻ ഒരു അവസരം കൊടുക്കട്ടെ. തീർച്ചയായിട്ടും. എനിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒരു ഫേസ്ബുക്ക് പേജും ഉണ്ട്, RJ ശാലിനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ അർജുൻ വരുന്നുണ്ട്, ക്വസ്റ്റൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ പോവാം. റെഡി? തീർച്ചയായിട്ടും. ആ മൈക്കൊക്കെ നിങ്ങൾ റെഡിയാക്കി പിടിച്ചോ. പിടിച്ചിരിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണകാന്ത് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നായകനായിട്ട് സിനിമ വരുന്നുണ്ടോ, ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാം. ഉടനെ ഇല്ല, കുറച്ച് നാളും കൂടി. കഥ കേട്ടിട്ടുണ്ട്, കഥ കേട്ടോണ്ടിരിക്കുന്നു. സൈൻ ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടില്ല. സൂര്യ ചോദിച്ചിരിക്കുക. സൂര്യ മാത്രമല്ല, കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? രമണനും സുന്ദരനും. എടാ സുന്ദര, അങ്ങനെ ഇപ്പൊ നീനെ കളിയാക്കി പിടിക്കണ്ട, എല്ലാവർക്കും അറിയണ ആരും ഞാൻ സുന്ദരനാണെന്ന്. ശരി. ദേവ് പ്രഭുദേവ് പറഞ്ഞിരിക്കുകയാണെ, നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകുന്നു, എന്നിട്ട് മര്യാദയ്ക്ക് ബോട്ട് വിട്ടരം പറയുന്നു. ഇതുപോലത്തെ പേഴ്സണൽ ഫേവറേറ്റ് ഡയലോഗ് ഏതാ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ? എന്തെങ്കിലും ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോന്ന്? ഞാൻ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട് അച്ഛന്റെ, 2-3 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എന്റെ കയ്യിലെ ചൂട് നീ അറിയുന്നു ഇന്ദ്രൻസങ്ങൾ പറയുമ്പോ ചൂടാ എവിടെ തണുപ്പുള്ള അത് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കരയണ സീനില് വെള്ളോട് ചെയ്തിട്ട് പഞ്ചാബ് അതും ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ഫേവറേറ്റ് ഡയലോഗ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ മറ്റേ ചപ്പാത്തിനെ ഹിനെ ചോർ ചോർ ചോറയിക്കാറില്ല, അതെനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. ഫോർ ഷോൺ എവിടെയായിരുന്നു ഇത്ര കാലം എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചി തന്നെ ഉണ്ടായിരുന്നു. തോമാച്ചൻ ചോദിച്ചിരിക്കുകയാണ്, അച്ഛന്റെ കോമഡികൾ ജീവിതത്തിലാണോ അതോ സിനിമയിലാണോ കൂടുതലെന്ന്? അച്ഛന്റെ കോമഡി സിനിമയിലാണ് ഏറ്റവും കൂടുതൽ. അത്രയും സ്ട്രിക്റ്റാ വീട്ടില്. ഫേസ്ബുക്ക് പേജില് എബിൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛന്റെ അഭിനയാണോ അതോ മമ്മൂട്ടിയുടെ അഭിനയാണോ കൂടുതൽ ഇഷ്ടം? അച്ഛന്റെ അഭിനയം. അച്ഛന്റെ അഭിനയാണ് തീർച്ചയായിട്ടും. വീട്ടിൽ പോകേണ്ടത് എനിക്ക്. അതാണ് അതിന്റെ ഒരു പോയിന്റ്. സനൽ ചോദിച്ചിരിക്കുകയാണ്, അച്ഛൻ ചെയ്ത രമണൻ പോലെ ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ആയോ? ഒരിക്കലും ഇല്ല. അതൊന്നും ചിന്തിക്കാനേ പറ്റൂല എനിക്ക്. ഇപ്പൊ തന്നെ ചെയ്തു പോണത് എന്തൊക്കെയോ ദൈവത്തിന് സഹായം വെച്ചാണ്. തട്ടി മുട്ടി അങ്ങനെ പോയാൽ മതി കുറച്ചു കാലത്തേക്ക്. പറവാന്ന് പറഞ്ഞ സിനിമയിലെ ബാപ്പയും മകനുമായിട്ട് അഭിനയിച്ചല്ലോ, രസകരമായിട്ടുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ പറയുമോന്ന് നവാസ് ചോദിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മൊത്തം എനിക്ക് രസകരമായിരുന്നു. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ അഭിനയിക്കുമ്പോൾ? അച്ഛൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് അന്ന് ടെൻഷൻ ഉണ്ടായില്ല. എനിക്ക് ആ ടെൻഷൻ ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ആദ്യം. അതിനെക്കാട്ടും ഏറ്റവും വലിയ ടെൻഷൻ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എല്ലാവരും ചിരിക്കൂലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. ജിത്തിൻ ചോദിച്ചിരിക്കുകയാണ്, വരത്തൻ സിനിമയിലെ കഥാപാത്രം പോലെ വില്ലൻ വേഷം ചെയ്യാനാണോ അതോ ബിടെക് പോലുള്ള പാവം പയ്യൻ ഇമേജ് ചെയ്യാനാണോ ഇഷ്ടം? സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വില്ലൻ ക്യാരക്ടർ കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് ചെയ്യാൻ. സ്വയം ഒരു തോന്നലുണ്ടോ മുഖത്തൊരു വില്ലൻ ഭാവം ഉണ്ടെന്ന്? എല്ലാരും പറഞ്ഞു എന്ത് പാവണം എന്റെ മുഖത്ത്. സനൽ ചോദിച്ചിരിക്കുക, പ്രണയ അഭ്യർത്ഥനകൾ വരാറുണ്ടോ? ഉണ്ട്. ഇപ്പോഴും നാട്ടുകാർക്ക് അറിഞ്ഞൂടെ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു? മനസ്സിലാക്കി കൊടുക്ക്. അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യാ? ഞാൻ ഓപ്പൺ ആക്കൂല. ഓപ്പൺ ആക്കി കഴിഞ്ഞില്ലേ? സത്യം. പിന്നെ എങ്ങനെയാ അറിയാം പ്രണയ? നമുക്ക് അത് കണ്ടാ മനസ്സിലാവല്ലേ ഓപ്പൺ ചെയ്യുമ്പോ തന്നെ. ഓപ്പൺ ചെയ്യാതിരിക്കുമ്പോ തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നും കാണുമ്പോ അല്ലേ? അതൊക്കെ വെറും തോന്നലാ. അത് ഓപ്പൺ ആക്കുമ്പോ അതിന് പുറകോട്ട് നോക്കും ഭാര്യ ഉണ്ടോ അടുത്തുനിന്ന്. ആരും ചോദിച്ചിട്ടുണ്ട് നിന്റെ ഊരും കുടിയും എവിടെയാണ്? ചെമ്പുമുക്ക്. ഓക്കെ. സിബിന് അറിയേണ്ടത് മീശയുടെ കുട്ടൻസ് എന്താന്ന് അതുകൂടി പറഞ്ഞാൽ ഞാൻ ഈ റൗണ്ട്. മീശയുടെ കുട്ടൻസ് ഒന്നുമില്ല വെച്ചാല് ഹരിശ്രീ അശോകനും പ്രീത അശോകനും അവർ രണ്ടുപേരെയും മകനായിട്ട് ജനിച്ചു. 8ാം ക്ലാസ് തൊട്ട് മീശയും താടിയൊക്കെ വളർന്നു തുടങ്ങി ചെറുതായിട്ടൊക്കെ. ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് 8ാം ക്ലാസ്സിലാണ്. ചെറിയ ഗ്രോത്ത് ആയിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ബ്ലേഡ് ഉപയോഗിക്കാന്നുള്ളൊരു പരിപാടിയില്ല. ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എന്നെ കാണണമെന്ന്. മറ്റേ ഹനുമാനെ പോലെ ഇരിക്കും. ഒന്നാലും വലിയ ചെവി മറ്റേ പാതയുടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടെ ഇങ്ങനെ പൊങ്ങി അമ്മ ഇങ്ങനെ ഇതെന്തു പറ്റി അവരെന്താ ഇതെന്താ മീശ നീ പഠിച്ച? അവനാ പഠിച്ച്. പോയി. എനിക്ക് ഇവിടെ ചെറിയ ഗ്രോത്ത് ഉണ്ട് ഹെയർ മറ്റേ പീരികത്തിൽ. അപ്പൊ നമ്മൾ ഈ ബ്ലേഡിന്റെ എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ അടിച്ചടിച്ച് ലാസ്റ്റ് പീരികത്തിന് പകുതി 2 സൈഡും തീർന്നു. കുറച്ചാൾ വീട്ടിൽ താത്തിരുന്ന് പുറത്തിറങ്ങിയില്ല. വെക്കേഷൻ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. നടൻ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ വിവാഹിതനാകുന്നു എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോ ആദ്യം വിചാരിച്ചെന്താണെന്നറിയോ? ഈ കൊച്ചു പയ്യനൊക്കെ പിടിച്ചിട്ടാണോ കല്യാണം കഴിപ്പിക്കണേ എന്ന് ഞാൻ ചിന്തിക്കായികയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സിനിമയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അപ്പൊ അമീർ ഖാനൊക്കെ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചിട്ടാണല്ലോ സിനിമയിൽ. എനിക്കിപ്പോ ഞാൻ ഇടക്കിടക്ക് ഇന്റർവ്യൂ വരാം കേട്ടോ. എന്നെ പൊക്കി 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 എന്നാലും ഇപ്പൊ 5ാം തന്നെ അല്ലല്ലോ, അതിന്റെ മേളിലേക്കാ പോയിക്കൊണ്ടിരിക്കുക. കമ്പാരിസണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിടിക്കുമ്പോ മുമ്പത്തെ പിടിക്കാറുള്ളൂ. അയ്യോ ഇതിനോട് ഒരു കാര്യം പറഞ്ഞു പോയി. വെൽക്കം ബാക്ക് ടു ക്ലബ് ഓഫ് സ്റ്റാർ ജാം. ശാലിനിയാണ് എന്റെ കൂടെ, അർജുൻ അശോകൻ.
അപ്പൊ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രണ്ട് രീതിയിലാണ് സിനിമയിലേക്ക് വരിക. ഒന്ന് സിനിമയിൽ വന്ന് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഫാമിലി ലൈഫ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫാമിലി ലൈഫ് ആയതിനു ശേഷം സിനിമയിലേക്ക് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് അർജുൻ വന്ന് വീണത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണോ നേരത്തെ കല്യാണം കഴിച്ചത്? സാഹചര്യത്തിന്റെ സമുദ്രം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അത് ഒരു ഫാക്ടറാണ്. കാരണം വെച്ചാൽ അച്ഛനമ്മക്കും ടെൻഷൻ ഉണ്ടാവും എന്തായാലും. ആരെ കുറിച്ച് ഓർത്തിട്ട്? എന്നെ തന്നെ, വേറെ ആര്? എന്തോർത്തിട്ട്? ഇവൻ എന്ത് പോക്കാണ്, എന്തായിരിക്കും? കുറെ നാൾ ഇപ്പൊ വിട്ടുകണമെങ്കിൽ ഒരു 3-4 മാസമൊക്കെ എന്തായാലും വിട്ടുകണം വീട്ടിൽ നിന്നൊക്കെ, ഷൂട്ടൊക്കെ ആണെങ്കിൽ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്നാമത് ബാംഗ്ലൂരൊക്കെ ഇരുന്ന് ബിടെക്കിന്റെ ഒക്കെ ഷൂട്ട്. അപ്പൊ അവര് ഇടക്കിടക്ക് ഡെയിലി വിളിക്കും, എന്താണ്, എവിടെയാണ്, നീ എന്താ ചെയ്യുന്നത്? സത്യം വിശ്വാസമില്ല. ഞാൻ റൂമിൽ കിടന്നുറങ്ങാ, വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യും റൂമിൽ, അപ്പൊ മനസ്സിലാവും എന്താണ്. അപ്പൊ അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്റ്റെന്റ് നോക്കുമ്പോ എന്റെ ജാതകത്തില് 32 വയസ്സ് കഴിഞ്ഞാല് 25 കെട്ടിയില്ലെങ്കിൽ 32 കഴിഞ്ഞാല് കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 25 വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ചില്ലേ പിന്നെ 32 പറ്റുള്ളൂ. പിന്നെ അറ്റ് ദ സെയിം പോയിന്റ് ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു ഒരു 9 years. അപ്പൊ എല്ലാം കൂടെ നോക്കിയപ്പോ അങ്ങനെ കെട്ടിയേക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയാ. ഉത്തരവാദിത്തമുള്ള ഭർത്താവാണോ? തീർച്ചയായിട്ടും ആയിപ്പോയി. നല്ല ഉത്തരവാദിത്തം ഉണ്ട് ഇപ്പൊ. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കല്യാണത്തിന് മുമ്പ്. എങ്ങനെയായിരുന്നു? എങ്ങനെ പറയപ്പോ, ഉഴപ്പനൊന്നുമല്ല. ലൈഫ് അടിപൊളിയായിരുന്നു. ലൈഫ് ചില്ല് ചെയ്ത് നടക്കാൻ എനിക്ക് ഒരു തല്ലിപ്പൊളിയൊന്നുമില്ല, ഒരു ഹറാമ്പരമൊന്നും പോകൂല. ഇവിടെ പോകുന്നില്ല, പാർട്ടിക്കൊന്നും പോകുന്നില്ല. പോയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചാളായി. പിന്നെ മെയിൻ ആയിട്ട് പെട്ടുപോയി എന്ന് പറയാൻ പറ്റൂല, കല്യാണം കഴിക്കേണ്ടി വന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഒളിച്ചോട്ടമേ നടക്കുള്ളൂ എന്നുള്ള പരിപാടിയിലാണ് നിന്നത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ബിടെക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചു തന്നെ സൗബിക്കയുടെ കല്യാണം തിരിച്ച് ഫ്ലൈറ്റ് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കല്യാണം ഫിക്സ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു, നിന്റെ കല്യാണം ഫിക്സ് ചെയ്തോ? ആരായിട്ടാ? ഞാൻ നിങ്ങളായിട്ട് തന്നെ. അതെപ്പോ? അതൊക്കെ സമ്മതിച്ചു, വേഗം വാ വീട്ടിലേക്കാ. എന്റെ റിലേ മൊത്തം പോയി. കാരണം ഞാൻ പ്രിപ്പയർഡേ അല്ല, ഒന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല. അന്ന് തൊട്ട ഓട്ടമാണ് എന്റെ കല്യാണം വരെ, നിർത്താണ്ട് ഓടി. പരിപാടി ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഉത്തരവാദിത്തമുള്ള ഭർത്താവാണ്. തീർച്ചയായിട്ടും. ഈ ഉത്തരവാദിത്തമുള്ള ഭർത്താവിനെ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എക്സിബിഷന്. അവളുടെ ബാഗും തൂക്കി കിടക്കണായിരിക്കും. ഞാൻ അപ്പൊ അത് പരിചയപ്പെടണമെന്ന് കരുതി. കൈ കിട്ടിക്കോളൂ, അപ്പൊ ചോദിക്കാം. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഒരു എക്സിബിഷൻ. അന്ന് എന്നെ ശ്രദ്ധിച്ചായിരുന്നു എന്റെ മുഖം, ഞാൻ മറ്റേ ചമ്മി വളിഞ്ഞിരിക്കണായിരുന്നു എന്റെ ഇടയിൽ കൂടിയൊക്കെ. അതായത് സ്ത്രീകളെ പൊട്ടിയും തട്ടി നടക്കാൻ വയ്യാൻ പറ്റാത്തൊരു എക്സിബിഷനിൽ അവിടെ ഒരാള് ബാഗ് പിടിച്ച്. ഞാൻ മാത്രമല്ല, കുറെ ആണുങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാരേക്ക് ഞാൻ മറ്റേ ലേഡീസ് ഹോസ്റ്റലിൽ കയറുന്ന അവസ്ഥയായിരിക്കും ഇപ്പൊ. ഏതാണ്ട് അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. വാർഡന്മാരുണ്ടാവും, പെങ്ങന്മാരും അച്ഛന്മാരൊക്കെ ഉണ്ടാവില്ലേ, ശ്രദ്ധിക്കാത്തുണ്ടാ. എന്നിട്ട് സൗബിന്റെ വൈഫ് ഉണ്ടായിരുന്നു, സൗബിൻ പുറത്ത് നിൽക്കായിരുന്നു, അത് ഞാൻ കണ്ടു. സൗബിക്ക അത് പോട്ടെ, കുഴപ്പമില്ല, സാരില്ല. കുക്ക് ചെയ്ത് കൊടുക്കോ ഭാര്യക്ക്? കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ചിക്കൻ കറി അങ്ങനെ ഒന്നല്ല, ചെറുതായിട്ടൊക്കെ ന്യൂഡിൽസ്, പപ്പടം, കൊണ്ടാട്ടം, ആ സാധനം. ഭാര്യക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താ? ടിപ്പിക്കൽ ചൈനീസ് ഇല്ലേ, അത് എന്തോളം കഴിക്കും. ന്യൂഡിൽസ് ഇഷ്ടമല്ല, ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടം. എനിക്ക് പറ്റില്ല, നമുക്കൊരു നാടൻ ചെയ്യാങ്ങി പറ്റുള്ളൂ. അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്താൽ ഹാപ്പിയാവും. അവള് അത് മേടിച്ചു കൊടുത്താൽ ഹാപ്പിയാണ്. ഇനി ആളെ ഹാപ്പി ആക്കാൻ ഒരു പാട്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടമുള്ള പാട്ട് ചന്നാമറിയ. എന്താണ് ചന്നാമറിയ? ഏദിൽ ഹേ മുഷ്കില്ല പാട്ട്. അതാണ് കേൾക്കാം. യെസ്. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. അടുത്ത റൗണ്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസും റെഡി ആക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ശാലിനി ഉത്തരം പറയാൻ റെഡി ആയിട്ട്. ഹലോ, ഞാൻ അർജുൻ അശോകൻ. സോ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർ ജാം fill in the blanks. റെഡി? ശരി. ആദ്യ ക്വസ്റ്റ്യൻ. എന്റെ പ്രണയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി? ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ്? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ അവർക്ക് സങ്കടവും. എങ്ങനെയാ നിക്ക് തന്നെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്? ഫോണിലൂടെ. ജൂനിയർ ആയിരുന്നില്ലേ? അത് വലിയൊരു കഥയാ. ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളെ പ്രപ്പോസ് ചെയ്ത് ഇവള് ആദ്യം യെസ് ഒക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഇവള് വന്നിട്ട് പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞാണ്, ശരിക്കും എനിക്ക് വേറെ ആളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറെ സീനൊക്കെ നടന്ന് കുറെ നാളെ കഴിഞ്ഞിട്ട് എന്നെ വേറൊരാളായിരുന്നു എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ആളിപ്പോ ഫ്രണ്ടിൽ സംസാരിക്കുന്ന ആളില്ലേ. പക്ഷെ ആ ജോർജ് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പരിചയമുള്ള ഏതെങ്കിലും സംവിധായകരോട് ഈ ത്രെഡ് ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ പടം ഓടാൻ വേണ്ടി ഉണ്ടാക്കണം, പൊട്ടാൻ വേണ്ടിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാ പ്രൊഫൈലിൽ ബ്ലൂ ടിക്ക് കിട്ടാൻ ഞാൻ ചെയ്തത്? ഞാനൊരു ലെറ്റർ എഴുതി സൈൻ ചെയ്ത് ഞാൻ ആ ലെറ്റർ പിടിച്ച് ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. ആർക്ക്? ഇത് ചെയ്യുന്ന ആൾക്ക്. ഒരു 6-7 മാസം കൊടുത്തിട്ട് പെൻഡിങ്ങിൽ നിന്നാണ്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുതിയിട്ട് എന്റെ കോൾ വന്ന്, അളെ ആ ബ്ലൂടൂത്ത് ആയിട്ടുണ്ട്.
പോടാ പിന്നെ എടാ ബ്ലൂടൂത്ത് ആയി നീ എടുത്ത് നോക്കിയപ്പോ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയിരിക്കുന്നത് എക്സാം പൊട്ടിയതിന്. അല്ല പിന്നെ വേറെ ഏത് പൊട്ടുന്നു തല്ല് കിട്ടുന്നു. സിനിമയിൽ മാത്രം സംഭവിക്കുന്ന എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ഡാഷാണ്. സിനിമയിൽ ആവശ്യം കാശ് കിട്ടും, ജീവിതത്തിൽ ആവശ്യം കാശ് കിട്ടൂല. എനിക്ക് 5 വയസ്സിന്റെ വിവരം ഇല്ലാത്ത വിഷയം ഡാഷാണ്. ക്രിക്കറ്റ്, അടുത്തത് ഫുട്ബോൾ, പൊളിറ്റിക്സ് ഒക്കെ നല്ല വിവരം. പൊളിറ്റിക്സ്, രാജ്യങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊക്കെ എന്നെ പഠിപ്പിക്കാൻ ടീച്ചറായിരുന്നു. ഹിസ്റ്ററി ഒക്കെ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ട് 2 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സത്യം പറയാം, ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ടോ 2 വർഷമെങ്കിലും? അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർനെറ്റ് 6 മാസം ചെയ്തിട്ടുണ്ടാവും. ഇല്ല സത്യം പറ. ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ വെറുതെ ചോദിച്ചല്ലേ, അപ്പൊ കൊറേ ഉണ്ട്. അത്ര കുറച്ചുള്ളൂ ആണല്ലേ? അപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്ന സ്കൂട്ടാവും. നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കും. ശരി, നല്ല വിവരമുള്ള വിഷയം അത് പറ. കാറിനെ പറ്റി എന്തും ചോദിച്ചു, ഞാൻ പറയാം. കാറും ബൈക്കിനെ പറ്റി എന്തും ചോദിച്ചു. ഓട്ടോമൊബൈൽ. ഓക്കെ, മലയാളം സെലിബ്രിറ്റീസിൽ കേട്ടോ ഒരു പെർഫെക്റ്റ് 10 റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ അത് ഡാഷിന് കൊടുക്കും. സൗബിക കൊടുക്കും. ഏതൊക്കെ മാനദണ്ഡങ്ങളില്? പാട്ട് പാടും, ആക്ട് ചെയ്യും, കലക്കൻ ഡാൻസർ ആണ്. ആണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കലക്കൻ ആക്ടറാണ്. സ്റ്റേറ്റ് അവാർഡ് ഷെൽഫില്. പിന്നെ നന്നായിട്ട് ബൈക്ക് ഓടിക്കും. നമുക്ക് നല്ല സേഫ് ആയിരിക്കും മൈൻഡിലിരിക്കാൻ. കാറും പൊളിക്കും. ഓക്കെ, എന്നെ പറ്റി എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർ മിക്കവാറും ആദ്യം പറയുന്നത് ഞാനൊരു ഡാഷ് ആണെന്നാണ്. അവനൊരു പ്രാന്തനാണെന്നായിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആണ് എല്ലാത്തിനും. ഫ്രണ്ട്സ് ഉള്ളത് മാത്രം. ഓക്കെ, എനിക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ്. ഞാൻ പാട്ട് പാടി കഴിഞ്ഞപ്പോ സൗബിക, ആസിഫ് ക, ദുൽഖർക്ക, ഞാൻ ജസ്റ്റ് ദുൽഖർക്കൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തുള്ളൂ. അത് പോസ്റ്റ് ചെയ്ത് ദുൽഖർക്കിന്റെ പ്രൊഫൈലില്. ദുൽഖർ കിട്ടത് വെച്ചാല് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം എന്നിട്ടാണ്. ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. അത് കണ്ടപ്പോ ഞാൻ മറ്റേ കുളിര്. ഓക്കെ, ഡാഷ് ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. പാട്ട്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള സിനിമ ഡയലോഗ് ഡാഷാണ്. വീടാളിയ. Come on. ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 5 കൊല്ലങ്ങൾക്കിപ്പുറം ശാലിനി എന്നെ കാണുമ്പോൾ ഞാൻ ഡാഷ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അതേതാണോ നല്ലൊരു ലെവൽ? അത് ഇപ്പോ സമാധാനം, സന്തോഷം, കാശ് എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ലെവലായിരിക്കും. ഇപ്പൊ ഏത് കാരണം ഇങ്ങോട്ട് വന്നത്? പോളോ. ഇനി 5 വർഷം കഴിയുമ്പോൾ ഏത് കാറിനായിരിക്കും വരിക? പോളോ. അതേ ഒരിക്കലും കൊടുക്കൂല. ഫസ്റ്റ് കാർ, സെക്കൻഡ് കാർ, ബട്ട് സ്റ്റിൽ സെൽഫ് ഏർണിംഗ് ഫസ്റ്റ് കാർ. എന്റെ ഫേവറേറ്റ് കാർ. ശരി, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് പാട്ടിന്റെ സെക്ഷനിലേക്ക് കിടക്കുക. ഏത് പാട്ടാ കേൾക്കണ്ടേ? അനിയത്തി പ്രാവിലെ ഒരു രാജമല്ലി. ശാലിനി ആൻഡ് അർജുൻ അശോകൻ, ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ബാക്കി പറഞ്ഞോളൂ. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ഇത്ര ആവേശമൊന്നും വേണ്ട കേട്ടോ. ഈ റൗണ്ടിന്റെ പേര് പറയാൻ മറന്നുപോയി. കുഴപ്പമില്ല, റെഡിയാണല്ലോ? റെഡി. കള്ളന്മാർ ഓടണല്ലോ ഓടിപ്പോകാൻ പറ്റൂടൊന്നും? പറ്റൂല. പൂട്ടിയിടും ഞാൻ. തുടങ്ങാം. ഓക്കെ. ബിടെക്കിന്റെ സംവിധായകൻ മൃദുല് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ദുൽഖർ സൽമാനും ആസിഫ് അലിയും ചെയ്യേണ്ട റോള് അവസാനം ദുൽഖറിന് ചെയ്യാൻ പറ്റാണ്ട് ആസിഫ് ദുൽഖറിന്റെ റോൾ ചെയ്തു. ആസിഫിന്റെ റോളാണ് അർജുൻ അശോകന് കിട്ടിയത്. അങ്ങനെയാണ്. അർജുൻ അശോകൻ പട ഷൂട്ടിന് 2-3 ദിവസം മുമ്പാണ് ജോയിൻ ചെയ്യണം ഞാൻ അറിയണത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആസിഫ്ക്കും മൃദുലേട്ടനൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഞാനാണ് ചെയ്യാൻ പോണ ക്യാരക്ടറിന്. എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൗബിക്കും അറിയാറുന്നത്. അങ്ങനെയായിരുന്നു സംഭവം. ശരിക്കും ദുൽഖർക്കും ആസിഫ്ക്കും കൂടി ആയിരുന്നു ആദ്യം ചെയ്യാൻ നിന്നത്. അതൊരു 5-6 വർഷം മുമ്പ് എന്തോ. 5-6 വർഷം മുമ്പോ? കുറെ നാളെ എഴുതിയിട്ട് കഥ. പിന്നെ എനിക്ക് ക്യാരക്ടർ ഇങ്ങനെ മാറി സ്ക്രിപ്റ്റും കുറെയൊക്കെ മാറി. അപ്പൊ 5-6 വർഷം മുന്നേ എന്ന് പറയുമ്പോ അർജുൻ പിക്ചറിൽ ഉണ്ടാവില്ലല്ലോ. ഞാൻ ശരിക്കും പടത്തിൽ ജോയിൻ ചെയ്യണത് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ്. സൗബിക്കയുടെ കല്യാണത്തിന്റെ തലേനാളാണ് ഞാൻ ബാംഗ്ലൂർ പോണത്. ചില കഥാപാത്രങ്ങൾ ചിലർക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോ അല്ലെങ്കിൽ ചില ഗായകർ പറയും അവർക്ക് ആ പാട്ട് പാടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ പാട്ട് കിട്ടിയെന്ന് പറയും. അങ്ങനെ കിട്ടിയ ക്യാരക്ടേഴ്സ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ബിടെക് അങ്ങനത്തെ പറഞ്ഞായിരുന്നു. ഞാൻ മന്ദാരം ആസിഫ്ക്കയുടെ ഒപ്പം ചെയ്തപ്പോഴാണ് ഞാൻ മൃദുലേട്ടൻ അതായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബിടെക്കിലേക്ക് സെറ്റ് ആയത്. സിനിമയിൽ നായകനായിട്ട് അറിയപ്പെടണം എന്ന് തന്നെയാണോ അർജുന്റെ ആഗ്രഹം? കറന്റ്ലി ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല. കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം വരില്ലേ. അപ്പൊ അത് എക്സ്പീരിയൻസിലൂടെ ചെയ്ത് നമുക്ക് ഇനി നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാന്നുള്ളൊരു. അപ്പൊ അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരു നായകനാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിമിതികൾ ഉണ്ട് എന്നൊക്കെ അർജുന് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. ക്യാരക്ടറാണല്ലോ ഹീറോ. പക്ഷെ ഒരു കാലത്ത് നമുക്ക് മലയാള സിനിമയിലല്ല ഏത് സിനിമയിലും ഒരു ഹീറോ എന്ന് പറയുമ്പോൾ നല്ല പൊക്കം, നല്ല വണ്ണം, നല്ല ശബ്ദം, അങ്ങനെയൊക്കെയായിരുന്നു. കാലഘട്ടം മാറുമ്പോൾ ആൾക്കാരും മാറും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നല്ല സമയത്താണ് അർജുന്റെ എൻട്രി. വിശ്വസിക്കുന്നു. അർജുന്റെ അഭിനയം കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടോ അച്ഛനുമായിട്ട്? ഡബ് സ്മാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് അതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് അച്ഛനെ പോലെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ സന്തോഷമാണ് കേൾക്കുമ്പോൾ. ആരെങ്കിലും പറയാറുണ്ടോ അച്ഛന്റെ പോലെ അങ്ങോട്ട് എത്തണില്ലല്ലോ എന്നൊക്കെ? അത് എന്തായാലും എത്താൻ കുറച്ച് ടൈമൊക്കെ എടുക്കും ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. കാരണം വെച്ചാൽ അങ്ങനത്തെ അച്ഛൻ ചെയ്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ആസാദും ഹക്കീമും ഇപ്പൊ ജോണി മോനും എല്ലാവരും നോർമൽ ബേസിൽ പോണ ഒരു ക്യാരക്ടർ അല്ലേ. അതൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആണെന്നാണ് തോന്നിയിട്ടില്ല ഹരിശ്രീ അശോകൻ സാർ ചെയ്തിരുന്ന പോലെ വെച്ച് നോക്കുമ്പോൾ? എന്നുവെച്ചാൽ അച്ഛൻ ഭയങ്കര
സ്പീഡായിട്ട് ഡയലോഗ്സ് പറയാം. അത് ഒരിക്കലും ഡബ് ചെയ്യാൻ പറ്റില്ല വേറെ ആൾക്ക്. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, എന്റെ സംസാരം ഭയങ്കര സ്പീഡാണ്. അതെനിക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ബിടെക് ചെയ്യുന്ന സമയത്ത് ഡബ് ചെയ്യാൻ പോയപ്പോൾ ഒന്ന് അത് കണ്ണൂർ സ്ലാങ് കൂടിയാണ്. അപ്പൊ അതിൽ ഇത്രയും ഫാസ്റ്റ് കൊച്ചി സ്ലാങ്ങിൽ പറഞ്ഞിട്ട് അത് നമ്മൾ ഡബിങ്ങിൽ കണ്ണൂർ സ്ലാങ് കുടിക്കാന്ന് പറഞ്ഞാൽ എന്റെ പറഞ്ഞു ഇപ്പൊ ഞാൻ ശ്വാസം മുട്ടിയ അവസ്ഥയായിരുന്നു അവിടെ. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അതോടെ മറ്റേ ഫാസ്റ്റ് ടോക്ക് നിർത്തി മറ്റേ ശാന്തമായിട്ട് സമാധാനമായിട്ട് അതാണ് നല്ലതെന്ന് മനസ്സിലായി. മമ്മൂക്ക ദുൽഖറിനെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷമാണ് സിനിമയിലേക്ക് വിട്ടത്. പടം ഇറങ്ങിയിട്ടാണ് ഇറങ്ങി. ഓക്കെ. എന്നാലും മെയിൻ സ്ട്രീമിലേക്ക് അങ്ങനെ വിട്ടത് അങ്ങനെയായിരുന്നു. അതുപോലെ ഒരു തയ്യാറെടുപ്പായിരുന്നു അർജുനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് സിനിമയിലേക്ക്. കുട്ടി വഴിതെറ്റിപ്പോണ്ടെന്ന് എഴുതിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി ചോദ്യമൊന്നുമില്ല. അടുത്ത പാട്ട് വേണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു. എന്താ വേണ്ട? അടുത്ത പാട്ട് പറയാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞോ. പറക്കും തളികൾ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ എലീനെ പിടിക്കാൻ പോണ പാട്ടില്ല, രസമുള്ള പാട്ട്. പറക്കും തളിക. ഇവിടെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. നടൻ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പോ നടൻ ഹരിശ്രീ അശോകൻ അല്ല, സംവിധായകൻ ഹരിശ്രീ അശോകനാണ്. അർജുന്റെ ആഗ്രഹം ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനായിരുന്നു എന്ന് അർജുൻ പറഞ്ഞു. നമ്മളും ഡയറക്ഷൻ തന്നെയാണ് എടുത്ത നോട്ട്. തീർച്ചയായിട്ടും. ഞാൻ വെച്ചാൽ എല്ലാവർക്കും അവരുടെ ഒരു സ്പേസ് കിട്ടും, നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളൊരു പരിപാടി. അത്ര മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇപ്പൊ അപ്പൊ അത് ആകണമെങ്കിൽ കുറെ സ്റ്റേജസ് ഓവർകം ചെയ്യാനുണ്ട്, കുറെ പഠിക്കാനുണ്ട്. എത്ര വർഷത്തിനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം? ഒരു 8-9 വർഷം. അല്ല, അത്രയും പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ചെയ്തിട്ട് എന്തിനാ വെറുതെ ചീത്തപ്പേരൊക്കെ മേടിച്ചു വെക്കണേ. അപ്പൊ എങ്ങനെയാ അസിസ്റ്റ് ചെയ്യാനൊക്കെയാണോ ആഗ്രഹം ആരെങ്കിലും ഒക്കെ? നമ്മളിപ്പോ ആക്ട് ചെയ്യുമ്പോ തന്നെ നമ്മളൊപ്പം നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് എന്താ സംഭവം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് സോൺ ആക്ടിങ് പരിപാടിയിൽ നിന്നിട്ട് കണ്ടു പഠിക്കാന്നുള്ള. കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കോസ്റ്റ്യൂം അസിസ്റ്റന്റ്, കണ്ടിന്യൂറ്റി അസിസ്റ്റന്റ്, അപ്പൊ നമുക്ക് ഓരോ ഇൻചാർജ് ആയിരിക്കും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇടപെടാൻ പറ്റില്ല. ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കണ്ട് നമുക്ക് എല്ലാം കറക്റ്റ് മനസ്സിലാകാൻ പറ്റും, പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും കൂടുതൽ. എനിക്ക് ഫീൽ ചെയ്തതാണ്. ആക്ടിങ് പറഞ്ഞു, സംവിധാനം പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെയാ സിനിമയിൽ നോട്ടിട്ട് വെച്ചിരിക്കണേ? മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പ്രൊഡക്ഷൻ പഠിക്കണം. അത് പതുക്കെ പതുക്കെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാന്നുള്ള ആഗ്രഹത്തില്ല. ഇപ്പോഴൊന്നുമില്ല. പാട്ട് ചെറുപ്പത്തിൽ ചെറുതായിട്ടൊക്കെ 2 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആസ് യു സെഡ് ഉഴപ്പനായിരുന്നു ആ കാലഘട്ടത്തിൽ ചെറുതൽ. അപ്പോൾ പാട്ട് ക്ലാസ്സിന് പോകുമ്പോൾ പുറത്ത് പോയി പിള്ളേരൊപ്പം കളിക്കും. ചേച്ചി വേറെ ക്ലാസ്സിൽ പോകും. ചേച്ചി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പിയാനോ ക്ലാസ്സിന് പോകും. അപ്പോൾ ഒരുമിച്ച് പിയാനോ ക്ലാസ്സിന് പോകും. ചേച്ചി വയലിന് പോകും, ഞാൻ പിയാനോ പോകും. കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ചധികം. നമ്മുടെ ദീപകയുടെ അടുത്താണ് പിയാനോ പഠിക്കണത്. ദീപക് ദേവ് അടിപൊളി. അപ്പൊ അത് കഴിഞ്ഞ് ഡ്രംസ് പഠിക്കാൻ വേണ്ടി പോയി. വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടുകാരിപ്പം ടൂറിനൊക്കെ പോകുമ്പോ ഈ ഡ്രം മാസ്റ്റർ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ലോ, ഡെയിലി വരാൻ പറ്റും മാത്രം വന്നോ. ഞാൻ പറഞ്ഞ ഓക്കെ, ഞാൻ പോണേന്ന് ഞാൻ അപ്പൊ ഇറങ്ങിപ്പോയി. കേൾക്കണ്ടേ, വെറുതെ എന്തിനാ വെറുതെ മാഷിനെ വിഷമിപ്പിക്കണേ. പിന്നെ ഗിറ്റാർ പഠിക്കാൻ പോയി. കുറെ എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെന്റാ പഠിക്കാൻ. പക്ഷെ നമ്മളെ കൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. ഇനിയിപ്പോ ഏതൊക്കെയാ സിനിമകൾ എന്ന് പറഞ്ഞ റിലീസ് ആകാൻ പോകുന്നത്? ട്രാൻസിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ട ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് തുറമുഖം. ഈ ലുക്കൊക്കെ വെച്ചിട്ട് തമിഴിന്ന് ഓഫറൊക്കെ വന്നില്ലേ? തമിഴിന്ന് വന്നായിരുന്നു, പക്ഷെ ആയിട്ടില്ല. ചമ്മല്. എനിക്ക് അവിടെ ആരും പരിചയമില്ല. പിന്നെ കല്യാണ വീട്ടിലോട്ട് പോവല്ലേ പരിചയം. ഒരു കംഫർട്ട് സോൺ, ഒരു ഗട്ട് ഫീൽ ഒക്കെ ആവണ്ടേ? കംഫർട്ട് സോണിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കണം എന്നുള്ള കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ല? പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഇപ്പോഴും ആയിട്ടില്ല. മടിയനാണല്ലേ? മടിയല്ല, ചമ്മല. ഇതിന് മടി തന്നെ പറയണത് കേട്ടാ. റിസ്ക് എടുക്കാൻ വയ്യ. എനിക്ക് വേറൊരു ഹിന്ദി പ്രോജക്റ്റിന് ഒരു ഓഫർ വന്നായിരുന്നു. സീരിയസ്ലി? ഓഡിഷൻ കാരണം പോവാതിരുന്നു. അത് ആരാന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വഴക്കുറേ പറയാം. അത് ഇപ്പൊ ഇത് ഷോ കണ്ടേ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് പറഞ്ഞ ചീത്തയൊക്കെ ഉറപ്പാണ്. ഉറപ്പാ. ഓഫർ വന്നാ നല്ല എന്നെ കൊണ്ട് പറ്റുന്ന, എന്റെ ഈ ഫിസിക്ക് വെച്ച് പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. പിന്നെ നമ്മൾക്ക് പറ്റണമല്ലോ ചെയ്യാനായിട്ട്. അവരത് അവിടെ പോയി വാല് പറഞ്ഞ് വെറുതെ ചിത്തപ്പേരുണ്ടാക്കുന്നതിനാ. അപ്പൊ പതുക്കെ നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ച് ഞാൻ നമ്മുടെ ഷോയില് പറഞ്ഞു തുടങ്ങിയത് ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന നടന്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അർജുന് ഇപ്പൊ അങ്ങനെ ഒരു അഡ്രസ്സിനേക്കാളും വളർന്നു വരുന്ന യുവതാരങ്ങളിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളെന്ന് ഉറപ്പായിട്ടും പറയാട്ടോ. ആണല്ലേ, സന്തോഷം. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്നാ ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. അർജുൻ അശോകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ആ സിനിമയിൽ. ചില മുഖങ്ങൾ കാണുമ്പോൾ ചില സിനിമകളിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഈ സിനിമ കൊള്ളാമായിരിക്കും, കാരണം ഈ ആളുടെ സെലക്ഷൻ തെറ്റില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ട്. അതിപ്പോ ഭയങ്കര ടെൻഷൻ ആയിക്കണേ. ഇപ്പൊ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ നമുക്ക് ടെൻഷൻ ആയി പെട്ടെന്ന്. മറ്റേ ഒരു ചില്ലായിട്ട് ക്യാരക്ടർ എടുക്കുക, അഭിനയിക്കുക, തിരിച്ചു വരിക, പിന്നെ അടുത്ത ക്യാരക്ടർ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക. ഇതായിരുന്നു. ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടി നമുക്ക് കമ്മിറ്റ്മെന്റ് കിട്ടിയ പോലെ അടുത്ത ഫിലിമിനോട്. ആണല്ലേ? ശരി, ഞാൻ എന്തായാലും ആശംസിക്കാൻ പോകുന്നത് അങ്ങനെ കമ്മിറ്റ്മെന്റ് കിട്ടട്ടെ, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ വരട്ടെ, എന്നിട്ട് നല്ലൊരു നടനാവട്ടെ കേട്ടോ. ഓ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ശാലിനി. അടിപൊളി. അങ്ങനെ അത്യാവശ്യം ബഹളത്തോടുകൂടി ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം RJ ശാലിനി എന്ന് പറഞ്ഞിട്ട് I've got a Facebook page.
ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, SALINI is the spelling. സോ അതിൽ കമന്റ് ചെയ്യുക, റിപ്ലൈ ഒക്കെ കിട്ടും. അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് ശാലിനി സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM Star Jam. ഇവിടെ മാത്രം ടൺ 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 കണക്കിന് ഫൺ.